സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹര ഹര ശങ്കർ, ജയ ജയ ശങ്കർ. നമസ്തേ. ആദ്യം തന്നെ NSS UK എല്ലാ പ്രവർത്തകർക്കും ഇങ്ങനെ ഒരു സത്സംഗത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള എന്റെ ഹൃദയംഗമമായിട്ടുള്ള നന്ദി ആദ്യമേ തന്നെ നിങ്ങൾ ഓരോരുത്തരും അറിയിക്കട്ടെ. അവതാരകൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മുന്നത്തെ വർഷം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ ഈ സമാജത്തിന്റെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയും സങ്കല്പവും സ്നേഹവും കൊണ്ടൊക്കെയാണ് ഇങ്ങനെ മടങ്ങി വരാനും നിങ്ങൾക്കിടയിൽ വീണ്ടും ഇരിക്കാനും എനിക്ക് സാധിച്ചത്. ആ ഒരു മാജിക്കൽ റിക്കവറിക്ക് പിന്നിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ട് എന്ന് എനിക്കറിയാം. അതിനും ഞാൻ നിങ്ങളോട് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ആദ്യം അറിയിക്കട്ടെ. കാരണം നാട്ടിൽ നിന്ന് ഇത്രയും മാറി ഇത്രയും ദൂരം നിന്നിട്ടും നമ്മുടെ ധർമ്മത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ പൈതൃകത്തോടും ഒക്കെയുള്ള പ്രതിബദ്ധതയും അതിനോടുള്ള കൂറും നിങ്ങളിപ്പോഴും വളരെ സജീവമായി നിലനിർത്തുന്നു. ആ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി അമൃതവർഷിണി പോലെയുള്ള ഒരു സത്സംഗം സീരീസ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടത്തി വരികയാണ് എന്നൊക്കെ അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സത്സംഗങ്ങളിലൂടെയാണല്ലോ ഈ ധർമ്മത്തിന്റെ പ്രചരണം നടക്കുന്നത്. ആചാര്യസ്വാമികൾ തന്നെ പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്നാണ്. ഈ ജീവൻ മുക്തിയുടെ പോലും ആരംഭം യഥാർത്ഥത്തിൽ സത്സംഗങ്ങളിൽ നിന്നാണ്. നല്ല ആളുകളുമായിട്ടുള്ള സംഘത്തിലൂടെയാണ്, കൂട്ടായ്മയിലൂടെയാണ് ഉണ്ടാവുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു സത്സംഗം തന്നെയാണിത്. ഇത്രയും ധർമ്മ പ്രബുദ്ധരായിട്ടുള്ള ധർമാനുയായികളായിട്ടുള്ള ആളുകളുടെ ഈ കൂട്ടത്തിലേക്ക് വരാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നോട് ഇന്നിവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം ഹിന്ദു വേ ഓഫ് ലൈഫ്, അതിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്ഷേത്രാരാധന, വിഗ്രഹാരാധന തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം പറ്റി പൊതുവിൽ സംസാരിക്കണം എന്നാണ് എന്നോട് അവതാരകർ ആവശ്യപ്പെട്ടിരുന്നത്. വളരെ കൗതുകകരമായി തോന്നി എനിക്ക് ആ വിഷയം. കാരണം ഹിന്ദു വേ ഓഫ് ലൈഫ്, ഹിന്ദു എന്ന് പറയുന്ന ജീവിത രീതിയെ പറ്റിയാണ് അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ പ്രമേയമായിട്ട് നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദു ധർമ്മം എന്ന പദം പ്രയോഗിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം ആരംഭിക്കുന്നത്. നമ്മൾ മറ്റ് മതങ്ങളെ പോലെ, മറ്റ് കൺവെൻഷണൽ റിലീജിയൻസിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ഡോഗ്മകളെ പോലെ ഒരു ഇസമായിട്ടല്ല സ്വയം കണക്കാക്കുന്നത്. നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ പോലെ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പോലെ, അല്ലെങ്കിൽ ജൈനിസത്തെയോ ബുദ്ധിസത്തെയോ പോലെ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസിന്റെ പൊതുവായിട്ടുള്ള ചട്ടക്കൂടുകളോ പൊതുവായിട്ടുള്ള സന്നാഹങ്ങളോ ഒന്നും പാലിക്കാത്ത കുറെ കൂടി ഫ്ലെക്സിബിൾ ആയ, കുറെ കൂടി ഫ്രീ ആയിട്ടുള്ള, കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള ഒരു മാർഗമായി തന്നെയാണല്ലോ നമ്മൾ ഹിന്ദുധർമ്മത്തെ മനസ്സിലാക്കുന്നതും അവതരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഹിന്ദുയിസം എന്ന് പറയുന്ന ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള പ്രയോഗത്തിൽ നിന്ന് ഹിന്ദുധർമ്മത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും വിട്ടു നിൽക്കുകയും നമ്മുടേതൊരു ഇസമല്ല, ഇങ്ങനെ തിരിച്ച് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത പദ്ധതിയാണ്. അതിനുള്ളിൽ ധാരാളം മതങ്ങൾ, ധാരാളം സിദ്ധാന്തങ്ങൾ, ധാരാളം സമ്പ്രദായങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രേറ്റ് സിന്തസിസ് ആണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് മതം എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണ്. വാട്ട് ഈസ് എ റിലീജിയൻ? എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസിന് ചില പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതിനൊരു കോമൺ കോർ ബിലീഫ് സിസ്റ്റം ഉണ്ട്. ചില കോമൺ കോഡ്സ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ ഒരു റിലീജിയസ് അതോറിറ്റി ഉണ്ട്. ആ പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളെ പണിഷ് ചെയ്യാനുള്ള പ്യൂണിറ്റി മെഷേഴ്സ് ഉണ്ട്. അത് നിങ്ങളെ വേണമെങ്കിൽ ആ ധർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ നിന്ന് പുറത്താക്കാൻ, അതിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതൊന്നും നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ഹിന്ദുക്കളും ഒരുപോലെ ആവർത്തിക്കേണ്ടതോ അനുവർത്തിക്കേണ്ടതോ ആചരിക്കേണ്ടതോ ആയിട്ടുള്ള പൊതുവായിട്ടൊരു വിശ്വാസമോ പൊതുവായിട്ടൊരു സമ്പ്രദായമോ പൊതുവായിട്ടൊരു ജീവിത പദ്ധതിയോ ഇല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശരികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അത് മാനിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സാമ്പ്രദായിക മതങ്ങളിൽ നിന്ന് ഹിന്ദു ധർമ്മത്തെ വേർതിരിക്കുന്ന ആദ്യത്തെ ഘടകം. നമ്മളെല്ലാ എസ്റ്റാബ്ലിഷ് റിലീജിയൻസിനെ എടുത്തു നോക്കുക, ലോകത്തുള്ള മറ്റെല്ലാ പ്രമുഖ മതങ്ങളെയും നമ്മൾ എടുത്തു നോക്കുക, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ഒരു ത്രെഡ് ഉണ്ട്. എല്ലാ മതങ്ങളിലും പൊതുവായിട്ടുള്ള
ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ആ സ്ട്രക്ചർ? സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ്. ഏത് മതം എടുത്തോളൂ, ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം എന്ന ഫോർമുലയിലാണ് ലോകത്തുള്ള എല്ലാ കൺവെൻഷണൽ റിലിജിയൻസും കെട്ടിപ്പടുത്തിട്ടുള്ളത്. നമ്മൾ ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഗോഡ് അല്ല, സിംഗിൾ ടെക്സ്റ്റ് ഖുറാൻ, സിംഗിൾ പ്രൊഫറ്റ് മുഹമ്മദ്. നമ്മൾ ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഗോഡ് ഫാദർ, സിംഗിൾ ടെക്സ്റ്റ് ബൈബിൾ, സിംഗിൾ പ്രൊഫറ്റ് ജീസസ്. നമ്മൾ യഹൂദമതം എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഗോഡ് ജഹോവ, സിംഗിൾ ടെക്സ്റ്റ് ടോറ, സിംഗിൾ പ്രൊഫറ്റ് മോസസ്. അങ്ങനെ ഏത് മതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം കാണാൻ സാധിക്കും. ഇതെല്ലാം അൺഡിനയബിൾ ആണ് താനും. ഇതിന് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാനോ ഏതിനെങ്കിലും ഒന്നിനെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ മതസമ്പ്രദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കില്ല. നിങ്ങളൊരു ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾ ഈ 3 സംവിധാനങ്ങളെയും മാനിച്ചിരിക്കണം. ഇതിൽ വിശ്വസിക്കാത്തൊരു ഇസ്ലാം എന്നതൊരു അസാധ്യതയാണ്. പിങ്ക് നിറമുള്ള പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ സങ്കല്പത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമാണത്. നിങ്ങൾക്ക് ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ തന്നെ ആദ്യം ചൊല്ലുന്നത് ഷഹാദത്ത് കലിമയാണല്ലോ. യാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൽ റസൂലുള്ളാ. അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല, ആ ദൈവത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മാത്രമാണ്. ഇതല്ലാത്തവരെയൊന്നും നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബൈബിളിൽ വിശ്വസിക്കാതെ, നിങ്ങൾക്ക് ജീസസിൽ വിശ്വസിക്കാതെ, നിങ്ങൾക്ക് ഫാദർ എന്ന് പറയുന്ന ആ ട്രിനിറ്റിയിൽ വിശ്വസിക്കാതെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ട്രിനിറ്റിയിൽ വിശ്വസിക്കാതെ നിങ്ങൾക്കൊരു ക്രിസ്ത്യനായി തുടരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മോസസിനെ നിഷേധിച്ചുകൊണ്ട് ടോറയെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു യഹൂദനായി നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ഒന്നിനെയും അംഗീകരിക്കാതെ എല്ലാ സംവിധാനങ്ങളെയും നിഷേധിച്ചുകൊണ്ടും നിങ്ങളുടേതായിട്ടുള്ള ശരിയുടെ മാർഗം തെരഞ്ഞെടുത്തുകൊണ്ട് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഏകമായിട്ടുള്ള സത്യത്തെ വിപ്രൻ പലതായി പല വിധങ്ങളിൽ കാണുന്നു. ഓരോന്നും ഓരോ മാർഗവും ഒരേ ശരിയിലേക്ക് തന്നെയുള്ള പല പാതകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദുമതത്തിൽ സിംഗിൾ ഗോഡ് ഇല്ല. നമുക്ക് 330 കോടി ദേവതകൾ ഉണ്ട് എന്നാ പറയുന്നത്. ഹിന്ദുവിനോട് അവന്റെ ദൈവങ്ങളുടെ മുഴുവൻ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന ഒരു ഹിന്ദു വിശ്വാസി പോലും ഇല്ല. ഇനി ഒരാൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രക്രിയക്കിടയിൽ തന്നെ അയാളുടെ ഭാര്യയും യൗവനവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോകും. അത്രയേറെ ദൈവങ്ങളാണ്. ദൈവം എന്നത് ഓരോരുത്തരും അവരവരുടെ ആവശ്യാർത്ഥം നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇവിടെ സാധാരണ സാമ്പ്രദായിക മതങ്ങളിൽ ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്, ലോകത്തെ സൃഷ്ടിക്കുന്നത്, നിയമങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ ഹിന്ദുധർമ്മത്തിൽ ഓരോ വിഭാഗങ്ങളും ഓരോ സമുദായങ്ങളും ഓരോ സമൂഹങ്ങളും അവരുടെ ആവശ്യാർത്ഥം അവർക്ക് യോജിക്കാവുന്ന പൊരുത്തപ്പെടാവുന്ന ദൈവസങ്കല്പങ്ങളെ അവർ രൂപീകരിക്കുകയും ആ രൂപത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗോഡ് സെൻട്രിക് ആയിട്ടുള്ള റിലീജിയൻ അല്ല, ഇതൊരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള റിലീജിയനാണ്. മനുഷ്യനാണ് ഈ ധർമ്മത്തിന്റെ ഏറ്റവും മർമ്മത്തിൽ നിൽക്കുന്നത്, ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്നത്. ആ മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നതാണ് ഈ ധർമ്മം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമായി കാണുന്നത്. ഓരോ മനുഷ്യനും നമ്മുടെ ധർമ്മത്തിൽ ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് വിളിക്കുന്നതെങ്കിൽ, യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതെങ്കിൽ, ദ ഗ്രേറ്റ് കോസ്മോസ് എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ ചെറുതാക്കിയിട്ടുള്ള ാണ് ഓരോ മനുഷ്യനും. മിനിയേച്ചർ ബ്രഹ്മാണ്ടങ്ങളാണ്. നമ്മൾ അതിനെ പിണ്ടാണ്ടം എന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിൽ എത്രയെല്ലാം അത്ഭുതങ്ങളും എത്രയെല്ലാം വിസ്മയങ്ങളും ഉണ്ടോ അത്രയെല്ലാം അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഓരോ മനുഷ്യന്റെ ഉള്ളിലും കുടിയിരിക്കുന്നുണ്ട് എന്ന് മനുഷ്യന്റെ ആന്തരിക പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ പഠനം പൂർത്തിയാവുന്നോ അന്നോ പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ അറിവുകൾ പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഇൻട്രൊഡക്ഷൻ ടു രാജയോഗത്തിൽ പറയുന്നത്. രാജയോഗത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബാഹ്യ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പലപ്പോഴും വിസ്മരിക്കുന്ന സൂത്രം ആന്തരിക പ്രപഞ്ചം തന്നെയാണ് ബാഹ്യ പ്രപഞ്ചത്തിലേക്കുള്ള താക്കോൽ എന്നുള്ളതാണ്. ഒരുവനവന്റെ ആന്തരിക പ്രപഞ്ചത്തെ അവനവന്റെ ഉള്ളിനെ ഒതുക്കുമ്പോ അടക്കുമ്പോ അവൻ ചുറ്റുപാടുമുള്ള ബാഹ്യ പ്രപഞ്ചത്തിൽ മുഴുവൻ നിയന്ത്രണം സ്ഥാപിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച പദ്ധതിയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണെന്നും മനുഷ്യൻ ഇൻഹറന്റ്ലി ഡിവൈനാണ്, നൈസർഗികമായി തന്നെ മനുഷ്യൻ ഡിവൈൻ ആണ് എന്നുള്ളതാണ്. ലോകത്തിലെ ബാക്കി എല്ലാ ധർമ്മങ്ങളും മനുഷ്യനെ താഴെയുള്ളവനായിട്ടാണ് കണക്കാക്കിയത്. ദൈവത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിൽ സ്ഥാപിക്കുന്നതിനൊപ്പം മനുഷ്യനെ ഏറ്റവും താഴ്ന്ന പദവിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിമയാണ്, ദൈവത്തിന്റെ അടിമയാണ്. ഇബാദത്ത് എന്നാണ് അവിടുത്തെ റിലീജിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ഇബാദത്ത് എന്ന് പറയുന്നത് വിധേയത്വമാണ്, സമ്പൂർണ്ണമായിട്ടുള്ള സറണ്ടർ ആണ് അവിടെ ഉള്ളത്. മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനാധികാരം പോലും ഇല്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ നോക്കൂ, മനുഷ്യനെ പതിതനായിട്ടും പാപിയായിട്ടുമാണ് പരിഗണിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമിന്റെ പരമ്പരയായിട്ടാണ് മനുഷ്യരാശി മുഴുവൻ പാപിയായിട്ടുള്ള മനുഷ്യന്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കുരിശാരോഹണം നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. നേരെ തിരിച്ച് നമ്മുടെ ധർമ്മം ഒരു കാലത്തും മനുഷ്യനെ പതിതനായിട്ടോ പാപിയായിട്ടോ അടിമയായിട്ടോ കണ്ടില്ല. പിന്നെയോ ശൃണ്വന്തു വിശ്വം അമൃതസ്യ പുത്ര എന്നാണ് പറഞ്ഞത്. ഓ ലോകത്ത് മുഴുവനുള്ള അമൃതത്വത്തിന്റെ സന്താനങ്ങളെ, ഓ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ലിസൺ,
നിങ്ങൾ അമരത്വത്തിന്റെ സന്താനങ്ങളാണ്, നിങ്ങൾ സ്വയം അമൃത പുരുഷന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പോ അമൃതസ്യ പുത്ര എന്ന് വിളിച്ചിട്ടുള്ള മനുഷ്യനെ സ്വയം ദൈവത്തിന്റെ ചെറുപതിപ്പുകളായി കണ്ടിട്ടുള്ള ഓരോരുത്തരും നൈസർഗികമായി തന്നെ ഈശ്വരന്മാരാണ്. നരനാരായണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ നമുക്കുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ദശാവതാര സിദ്ധാന്തം പോലും ഈ മട്ടിൽ മനുഷ്യന്റെ ഈശ്വരനിലേക്കുള്ള പ്രയാണത്തെ സൂചിപ്പിക്കുന്നതാണ്. പല ആളുകളും ഈ ഡാർവീനിയൻ ഇവല്യൂഷണറി തിയറി പരിശോധിക്കുന്ന പല ആളുകളും പറയാറുണ്ട്, ഈ മത്സ്യം, കൂർമ്മം, വരാഹം, വാമനം എന്നൊക്കെ പറയുന്നത് ഒരു ഇവല്യൂഷൻ പ്രൊസീജിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി ജലത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ജീവനെയാണ് മത്സ്യം സൂചിപ്പിക്കുന്നത്. ജലത്തിൽ നിന്ന് കരയിലേക്കുള്ള ജീവന്റെ ആ ഒരു പരിക്രമണത്തെയാണ് കൂർമ്മം, ആംഫീബിയൻ ആയിട്ടുള്ള വെള്ളത്തിലും കരയിലും ഒരേ സമയം ജീവിക്കുന്ന കൂർമ്മം സൂചിപ്പിക്കുന്നത്. കരയിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടായതിനെയാണ്, ടെറസ്ട്രിയൽസിനെയാണ് വരാഹം സൂചിപ്പിക്കുന്നത്. പിന്നീട് ഇവല്യൂഷണറി പ്രോസസ്സിൽ മനുഷ്യനും മൃഗവും അതിന്റെ ഒരു ഹോമോ ഇറക്ടസ് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ഹോമോ സാപ്പിയന് മുൻപായിട്ട് ഹോമോ ഇറക്ടസ് പോലത്തെ സ്റ്റേജുകളെയൊക്കെയാണ് നരസിംഹം. അവിടെ മനുഷ്യന്റെ ഉടലും മൃഗത്തിന്റെ തലയുമാണ്. രൂപം കൊണ്ട് മനുഷ്യനായെങ്കിലും ബുദ്ധി കൊണ്ട് അപ്പോഴും മൃഗമാണ്, ക്രൗര്യമാണ് നിയന്ത്രിക്കുന്നത്. പിന്നീട് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത പാതി വളർന്ന മനുഷ്യൻ വാമനൻ, കുറിയ മനുഷ്യനാണ്, ഡ്വാർഫാണ്. അവിടെ വാമനൻ എന്ന് പറയുന്ന പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത മനുഷ്യൻ ഉണ്ടാവുന്നു. പിന്നെ പൂർണ്ണ പുരുഷാകാരം കൊണ്ട മനുഷ്യനാണ്. പക്ഷെ മനുഷ്യന്റെ എല്ലാ നൈസർഗികമായിട്ടുള്ള എല്ലാ വിചാരങ്ങളും, കോപം, ക്രോധം, അസൂയ തുടങ്ങിയിട്ടുള്ള എല്ലാ വികാരങ്ങളും ഉള്ള പരശുരാമൻ എന്ന് പറയുന്ന ആളെ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള രാമനാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് എപ്പിറ്റോം ഓഫ് മാൻനെസ് ആണ്. എന്താണ് ഒരു മനുഷ്യന്റെ പൂർണ്ണത? മര്യാദാ പുരുഷോത്തമൻ എന്നാണ് നമ്മൾ രാമനെ വിളിക്കുന്നത്. രാമന്റെ അവതാരം തന്നെ രാമായണത്തിൽ ആ രാമാവതാരം വിശദീകരിക്കപ്പെടുന്ന ഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ വാത്മീകി നാരദനും കൂടിയിട്ടുള്ള സംവാദത്തിലൂടെയാണ്. അതില് നാരദനോട് വാത്മീകി ചോദിക്കുന്ന ചോദ്യം, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത്? ഗുണവാനായ, വീര്യവാനായ, ധർമ്മജ്ഞനായ, കൃതജ്ഞനായ, ഇങ്ങനെ മാതൃകാ പുരുഷന്റെ 16 ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരാരുണ്ട് എന്ന ചോദ്യത്തിന് നാരദ മഹർഷിയുടെ മറുപടിയാണ്, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ദുർലഭമാണ് അങ്ങനെ ഒരാൾ. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ഈ രാഷ്ട്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് അയാള്? ഇക്ഷാകു വംശപ്രഭവോ രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു മനുഷ്യനാക്കി അവതരിച്ചാൽ ആ ധർമ്മത്തിന്റെ പുരുഷാകാരം പൂണ്ടിട്ടുള്ള മനുഷ്യാവതാരമായിട്ടുള്ള രാമൻ എന്ന് പറയുന്ന ഒരു അവതാരമൂർത്തിയെ അവതരിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയായിട്ടാണ്. അതുകൊണ്ടാണ് മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. പക്ഷെ ആ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പൂർണ്ണാവസ്ഥയിലും ആ എവല്യൂഷൻ അവസാനിക്കുന്നില്ല. പിന്നീട് മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്കാണ് പരിണമിക്കുന്നത്. നരനിൽ നിന്ന് നാരായണനിലേക്കുള്ള പരിണാമമാണ്. അവിടെയാണ് ശ്രീകൃഷ്ണാവതാരം ഉണ്ടാവുന്നത്. ശ്രീരാമൻ തന്റെ ജീവിതകാലത്തുടനീളം താൻ മനുഷ്യനാണ് എന്ന് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രീരാമൻ എന്തെങ്കിലും ദിവ്യാവതാരങ്ങൾ കാണിക്കുകയോ എന്തെങ്കിലും ഈശ്വരജാലങ്ങൾ പ്രദർശിപ്പിക്കുകയോ ഞാൻ ഈശ്വരനാണ് എന്ന ഒരു സംശയം ജനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മനുഷ്യന്റെ എല്ലാ വികാര സവിശേഷതകളിലൂടെ രാമൻ കടന്നു പോകുന്നുണ്ട്. ദശരഥൻ മരിച്ച വാർത്ത അറിയുമ്പോൾ രാമൻ പൊട്ടിക്കരയുന്നുണ്ട്. സീതാപരിത്യാഗത്തിന്റെ സമയത്ത് വിരഹിയായിട്ട് വൈരാഗിയായിട്ട് അലയുന്നുണ്ട് രാമൻ. കാട്ടിലെ ഓരോ ചെടിയോടും പൂവിനോടും എന്റെ സീതയെ കണ്ടോ എന്ന് അന്വേഷിക്കുന്ന രാമനെ കാണുന്നുണ്ട്. യുദ്ധസമയത്ത് കോപിഷ്ഠനാവുന്ന, ക്രുദ്ധനാവുന്ന രാമനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനായി തന്നെ ഇരിക്കുകയാണ്. അതല്ലെങ്കിൽ മനുഷ്യനായിട്ടല്ല ഈശ്വരനായിട്ടാണ് രാമൻ അവതരിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന വാനരന്മാരെ കൂട്ടി സേനയുണ്ടാക്കി കടലിന് കുറുകെ കരിങ്കല്ല് കൊണ്ട് പാലം ഉണ്ടാക്കി അങ്ങോട്ട് ചെന്നിട്ട് രാവണന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് നേരെ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് സുദർശന ചക്രം കൊണ്ട് സംഹരിക്കാവുന്നതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ദിവ്യത്വം രാമൻ കാണിക്കുന്നില്ല. മനുഷ്യത്വമാണ് ഉടനീളം നിലനിർത്തുന്നത്. മനുഷ്യനായി തന്നെയാണ്. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് മഹാവിഷ്ണു ആണോ എന്ന സംശയം പലർക്കും ഉടലെടുക്കുന്നത്. കാരണം ഇത് മനുഷ്യ സാധ്യമല്ലല്ലോ ഇങ്ങനെ ഒരു യുദ്ധം എന്നുള്ളതാണ്. എന്താണ് സാഗരം സാഗരോപമം, അമ്പരം അമ്പരോപമം, രാമരാവണയോ യുദ്ധം രാമരാവണോപമം എന്ന് പറയും. സാഗരത്തിനോട് മാത്രമേ താരതമ്യം ചെയ്യാൻ സാധിക്കുള്ളൂ, വേറെ തുലനില്ല. ആകാശത്തോട് മാത്രമേ താരതമ്യം ചെയ്യാൻ സാധിക്കുള്ളൂ, അതിനോട് താരതമ്യം ചെയ്യാവുന്ന വേറെ മാധ്യമവും ഇല്ല. അങ്ങനെ രാമരാവണ യുദ്ധത്തെ താരതമ്യം ചെയ്യാൻ അതിന് മുൻപോ അതിന് ശേഷമോ മറ്റൊരു യുദ്ധമില്ല. അതിനോട് മാത്രമേ ഉപമിക്കാവൂ എന്ന് പറയുന്ന ആ യുദ്ധമാണ് ഇത്രയും ദശാനനായിട്ടുള്ള ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള സമസ്ത ദേവതകളെയും തന്നെ വരുതിക്ക് നിർത്തിയിട്ടുള്ള, തനിക്ക് അനുകൂലമായിട്ട് ജാതകയോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നവഗ്രഹങ്ങളെയും തന്റെ സിംഹാസനത്തിന്റെ പടിക്കൽ കാവൽക്കാരായി നിർത്തിയിട്ടുള്ള രാവണനെ കേവലം മനുഷ്യനായിട്ടുള്ള രാമൻ അദ്ദേഹത്തിന്റെ യുദ്ധം മികവ് കൊണ്ട് പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് ആർക്കോ സന്ദേഹം ഉണ്ടാവുന്നത്, കേവലം മനുഷ്യനല്ലല്ലോ, ഇത് മഹാവിഷ്ണു തന്നെയല്ലേ എന്ന്. അതല്ലാതെ രാമാവതാരത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ രാമനോട് ദിവ്യാത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നേരെ തിരിച്ച് ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോ
എന്താണ് വളരെ ഫ്ലോണ്ടിങ് ഓഫ് ഡിവിനിറ്റിയാണ് നമ്മൾ ആദ്യം മുതലേ കാണുന്നത്. ഹി നെവർ ഷൈസ് അവേ ഫ്രം ഫ്ലോണ്ടിങ് ഹിസ് ഡിവിനിറ്റി. ഞാൻ ഈശ്വരനാണെന്ന് സൂചിപ്പിക്കാനുള്ള ഒരു ഘട്ടത്തെ കൃഷ്ണൻ ഒഴിവാക്കുന്നില്ല. ആദ്യം മുതലേ നമ്മൾ കാണുന്നത് ദിവ്യാത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ്, ഒരു ആഘോഷമാണ്. ഈ 3 വയസ്സിൽ താഴെ വൃന്ദാവനത്തിൽ താമസിക്കുന്ന സമയത്താണ് എത്രയോ ശകടാസുരനെ, പൂതനയെ, അങ്ങനെയുള്ള എത്രയോ അസുരന്മാരെ വധിക്കുന്നത്. പൂതനാമോക്ഷം, എല്ലാ ഭീകരിയായിട്ടുള്ള പൂതന എന്ന് പറയുന്ന പാല് കുടിക്കുന്ന കുട്ടിയാണ് പൂതനയെ കൊല്ലുന്നത്. പക്ഷെ കൊല്ലുക എന്നല്ല നമ്മൾ പറയുന്നത്, പൂതനാമോക്ഷം, പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്നാ പറയുന്നത്. മണ്ണ് വാരി തന്നതിന് അമ്മ വായ തുറക്കാൻ പറയുമ്പോ വായ തുറന്നിട്ട് സമസ്ത പ്രപഞ്ചങ്ങളെയും സമസ്ത ബ്രഹ്മാണ്ടങ്ങളെയും ആ 2 വയസ്സുള്ള കുട്ടി തന്റെ വായ്ക്കുള്ളിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. അവിടെയാണ് ആ പാട്ട് വരുന്നത്, എന്നത്തവം ചെയ്തനെ യശോദ. എന്ത് തപസ്സാണ് ചെയ്തത് യശോദ, ഈ 3 ലോകങ്ങളെയും തന്റെ വായിലൊതുക്കിയിട്ടുള്ള കണ്ണനെ കൊണ്ട് അമ്മ എന്ന് വിളിപ്പിക്കാൻ എന്ത് തപസ്സാണ് ചെയ്തത്. അപ്പോ കുട്ടിയാവുമ്പോ തന്നെ താൻ ദിവ്യാത്ഭുതമാണെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. 16 വയസ്സിലൊക്കെ ആവുമ്പോഴേക്കൊക്കെയാണ് മധുരാപുരിയിലേക്ക് ചെന്നിട്ട് കംസനെ വധിക്കുന്ന ആ ഘട്ടമൊക്കെ കാണുന്നത്. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ദിവ്യാത്ഭുതങ്ങളാ. മുഷ്ടികൻ, ചാണൂരൻ തുടങ്ങിയിട്ടുള്ള മല്ലന്മാരോടുള്ള യുദ്ധം. കുവലയാപീഠം എന്ന് പറയുന്ന ഒരു ആനയെ കൊമ്പിൽ തൂക്കി അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തിരുവാർപ്പ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമുണ്ട്. അവിടെ കംസനെ കൊന്ന കുവലയാപീഠത്തെ വധിച്ചു നിൽക്കുന്ന ക്രുദ്ധനായിട്ടുള്ള, കോപിഷ്ഠനായിട്ടുള്ള, വിശപ്പുള്ള കുട്ടിയായിട്ടുള്ള കൃഷ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ ആനയെ കടത്താറില്ല. കാരണം കുവലയാപീഠത്തെ കൊന്നിരിക്കുന്ന കൃഷ്ണനാണ്. നേരെ തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണനാണെങ്കിൽ ആനകളെ സ്നേഹിക്കുന്ന കൃഷ്ണനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് ഓണർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ളത്. ക്യാപ്റ്റീവ് എലിഫന്റ്സിന്റെ ഏറ്റവും വലിയ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. നേരെ തിരിച്ച് അതേ ഗുരുവായൂരപ്പന്റെ വേറൊരു ഭാവത്തിൽ നമ്മൾ തിരുവാർപ്പിൽ ചെല്ലുമ്പോൾ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ അവിടെ ആനയെ കടത്താൻ പോലും പാടില്ല. ഒരുപാട് പ്രത്യേകതകളൊക്കെ, ഒരുപാട് കൗതുകങ്ങളൊക്കെ ഉള്ള അമ്പലമാണ് തിരുവാർപ്പ്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ പറയാം അതിനെപ്പറ്റി. ആ ക്ഷേത്രത്തിൽ സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകത്തിന് മുമ്പ് നേദ്യമുള്ള ഒരേ ഒരു ക്ഷേത്രം തിരുവാർപ്പാണ്. കാരണം വിശന്നിരിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിക്ക് എപ്പോഴും ഭക്ഷണം വേണം. അപ്പൊ ഭക്ഷണമാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതുകൊണ്ട് അവിടെ നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം നടത്തുന്നതിന് മുമ്പ്, കുളിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നേദ്യം കൊടുക്കും. നേദ്യം കൊടുത്തതിന് ശേഷം അഭിഷേകവും മറ്റു പരിപാടികളൊക്കെ ഉള്ളൂ. ആ ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്ര മഴു എന്ന് പറയുന്ന ഒരു മഴു ശ്രീകോവിലിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ മഴുവിന്റെ താഴത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ക്ഷേത്രങ്ങളിൽ പൂജയുടെ സമയം വളരെ പ്രധാനമാകുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ മേൽശാന്തിക്ക് സമയത്ത് വന്ന് നട തുറന്ന് നേദ്യം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ തൊഴുതു നിൽക്കുന്ന ഏതു ഭക്തനും ഈ മഴു എടുത്തുകൊണ്ട് ഈ ശ്രീകോവിൽ വെട്ടി തുറന്ന് അകത്ത് കയറി നേദ്യം കൊടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ ക്ഷേത്രാചാരം ലംഘിക്കപ്പെടുന്ന പ്രശ്നമില്ല. കാരണം നേദ്യം സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെ വിശന്നിരിക്കുന്ന കുട്ടിയായിട്ടാണ് തിരുവാർപ്പിലെ കൃഷ്ണനെ സങ്കല്പിച്ചത്. ഞാൻ പറഞ്ഞത് ഒരു അത്ഭുത പരാക്രമിയായിട്ട് തന്നെയാണ് ആദ്യം മുതലേ അവതരിക്കുന്നത്. ജീവിതത്തിൽ ഉടനീളം അത്ഭുതങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രദർശനങ്ങളുണ്ട്. 125 വയസ്സ് നീണ്ടു നിന്ന സുദീർഘമായിട്ടുള്ള ജീവിതത്തിൽ ഉടനീളം എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ദിവ്യാത്ഭുതങ്ങളുടെ, ഒരു ഘട്ടത്തിൽ നരകാസുരനെ വധിക്കാൻ വേണ്ടി സാക്ഷാൽ ഗരുഡനെ വരുത്തി ഗരുഡന്റെ പുറത്ത് കയറി എഴുന്നള്ളുന്നുണ്ട്. ശിശുപാലനെ വധിക്കുന്ന സമയത്ത് സാക്ഷാൽ സുദർശന ചക്രത്തെ ചെരുവരലിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. ഇനി ഒക്കെ പോട്ടെ, സംശയം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് ഗീതോപദേശത്തിന്റെ അവസാന ഘട്ടത്തിൽ വിരാട് രൂപം പ്രദർശിപ്പിച്ചിട്ട്, വിശ്വരൂപം പ്രദർശിപ്പിച്ചിട്ട്, ഞാൻ തന്നെയാണ് കാലം, കാലോസ്മി ലോകക്ഷയകൃതം, ഞാൻ തന്നെ ഈ ലോകത്തെ മുഴുവൻ ക്ഷയിപ്പിക്കുന്ന കാലനും കാലാരിയും ഒക്കെ ഞാൻ തന്നെയാണ് എന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഈശ്വരനിലേക്കുള്ള പരിണാമമാണ് നമ്മൾ രാമനിൽ നിന്ന് കൃഷ്ണനിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാവമായിട്ടാണ് കൽക്കി എന്ന് പറയുന്നത്. അപ്പോ പരിണമിക്കാനുള്ള മനുഷ്യന്റെ സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അല്ല, ഇതൊരു എവല്യൂഷണറി സ്റ്റേജ് മാത്രമാണ്. നമ്മൾ ഈശ്വരത്വത്തിലേക്ക് നിരന്തരമായി പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദശാവതാരങ്ങൾ ചെയ്യുന്നത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള കാരണം ഈ ഇൻഹറന്റ് ഡിവിനിറ്റി ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്നത് ഈ ഹിന്ദു ധർമ്മത്തിലെ ഒരു മൗലികമായിട്ടുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ ധർമ്മം ഉണ്ടായിട്ടുള്ളത്. മനുഷ്യന്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സമ്പ്രദായങ്ങളും, എല്ലാ അനുഷ്ഠാനങ്ങളും, എല്ലാ ചിട്ടവട്ടങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരെ പാപം ചെയ്യുന്നുണ്ടോ, തെറ്റ് ചെയ്യുന്നുണ്ടോ, അബദ്ധം കാണിക്കുന്നുണ്ടോ എന്ന് നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരനായിട്ടുള്ള ഒരു ന്യായാധിപനായിട്ടല്ല ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ആ ദൈവം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അപ്രാപ്യമായ വളരെ ദൂരെയുള്ള ഒരു രഹസ്യ സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ ശരിതെറ്റുകൾക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജി അല്ല, അതൊരു പ്രധാനാധ്യാപകനല്ല. പിന്നെയോ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടിയിരിക്കുന്ന സവിശേഷതയാണ് നമ്മൾ ഈശ്വരത്വം എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്,
ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത്. ഈശ്വരൻ വസിക്കുന്നത് ഇവിടെ സർവ്വചരാചരങ്ങളിലും ഒരുപോലെ ചൈതന്യമായിട്ട്, ഓരോ പുല്ലിലും പുൽനാമ്പിലും പുൽക്കൊടിയിലും പുൽച്ചാടിയിലും ഒരുപോലെ ഈശ്വരന്റെ ചൈതന്യം കൂടിയിരിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ മനുഷ്യനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത്. അപ്പോ ദൈവം എന്ന് പറയുന്നതിൽ സിംഗിൾ ഗോഡ് എന്ന് പറയുന്ന സങ്കല്പം നമുക്കില്ല. സിംഗിൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് ഒരു കാലത്തും ഇല്ല. കാരണം ഹിന്ദു ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളുടെ പാരാവാരം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥ സമുച്ചയങ്ങളാണ്, ഗ്രന്ഥ സമാഹാരങ്ങളാണ്. പൊതുവിൽ പറയാറുണ്ട് ബാക്കി എല്ലാ മതവിശ്വാസികൾക്കും സ്വന്തമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഹിന്ദുവിന് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട്. കാരണം നമുക്ക് അത്രയേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഏതാണ് ഇതിന്റെ ഏക ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിന് മറുപടി പറയാൻ സാധിക്കില്ല. ഭഗവത്ഗീതയാണോ ഏക ഗ്രന്ഥം? അതല്ലെങ്കിൽ രാമായണമാണോ? അല്ലെങ്കിൽ മഹാഭാരതമാണോ? അല്ലെങ്കിൽ യോഗവാസിഷ്ടമാണോ? അതല്ലെങ്കിൽ വേദങ്ങളാണോ? ഇതിഹാസങ്ങളാണോ? ഉപനിഷത്തുകളാണോ? ഏതാണ് ഹിന്ദുവിന്റെ ഏക ഗ്രന്ഥം? ഇതൊന്നും ഏക ഗ്രന്ഥമല്ലെന്ന് മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ഹിന്ദുവായി തുടരാൻ സാധിക്കും. ഞാൻ ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്നില്ല, ഭഗവത്ഗീതയിൽ പറയുന്ന പ്രമാണങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഹിന്ദു അല്ലാതെ ആവുന്നില്ല എന്നുള്ളത്. ഇതിനെ മുഴുവൻ നിഷേധിക്കുന്ന ഒരാൾക്കും, ചാർവാകന്മാരും ഹിന്ദുവാണ്, നാസ്തികന്മാരും ഹിന്ദുവാണ്. നാസ്തികന്മാർ എന്ന് പറഞ്ഞാൽ വേദത്തെ പോലും നിഷേധിക്കുന്നവരാണ്. നാസ്തികോ വേദനിന്ദക എന്നാണ് പ്രമാണം. ആ വേദനിന്ദകരായിട്ടുള്ള നാസ്തികന്മാരെ പോലും ധർമ്മത്തിനുള്ളിലാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് രാമായണത്തിൽ ഭരതൻ കാട്ടിലേക്ക് ഏട്ടനെ കാണാൻ വരുന്നൊരു സന്ദർഭമുണ്ട്. ദശരഥൻ മരിച്ച വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഭരതൻ കാട്ടിലേക്ക് പോവാണ്. ഭരതനെ കാണുമ്പോൾ ആദ്യം ശ്രീരാമൻ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ രാജ്യത്തെ ചാർവാകന്മാർക്കും നാസ്തികന്മാർക്കും എല്ലാം സൗഖ്യം തന്നെയല്ലേന്നാ. അച്ഛന് സുഖമാണോ എന്ന് രണ്ടാമതേ ചോദിക്കുന്നുള്ളൂ. അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പോലും സൗഖ്യം ഉറപ്പുവരുത്തേണ്ടത് വിശ്വാസിയായ രാജാവിന്റെ ധർമ്മമാണ് എന്നൊരു സങ്കല്പം അതിൽ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോ ഇതിന് ഈ ധർമ്മം ആരെയും പുറത്തു നിർത്തിയിട്ടില്ല. ഈ ധർമ്മം എല്ലാവരെയും അകത്താണ് നിർത്തിയിട്ടുള്ളത്. അതൊരു ഭയങ്കര ഒരു ഹോളിസ്റ്റിക് റിലീജിയൻ ആണ്, ഒരു ഗ്രേറ്റ് സിന്തസിസ് ആണ്. ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് സമ്പ്രദായങ്ങൾ, ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ആചരണങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ, ഒരുപാട് വിഭാഗങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ, ഇതിനെല്ലാം ഒന്നിച്ച് സഹവർത്തിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ വിചാര പദ്ധതിയാണ് നമ്മുടെ ഹിന്ദുധർമ്മം എന്ന് വിളിക്കുന്നത്. അതിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ വേദങ്ങളുണ്ട്. നമ്മുടെ എന്താ പറയാ, പ്രമാണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ പ്രമാണമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് വേദങ്ങളെയാണ്. ശ്രുതികൾ എന്നാണ് പറയാ. പരമേ പ്രമാണോ ശ്രുതി എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. ശ്രുതികളിൽ പരമമായിട്ടുള്ള പ്രാമാണികത എന്തിനാണ്? ശ്രുതികൾക്കാണുള്ളത്. കാരണം എന്താ? കാരണം ശ്രുതി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമാണ് എന്നാണ്. ശ്രുതി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഹേർഡ് എന്നാണ്. നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ വിജ്ഞാനീയത്തെ നമ്മൾ രണ്ടായി തിരിക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രുതികൾ എന്നും സ്മൃതികൾ എന്നുമാണല്ലോ പ്രാഥമികമായിട്ട് തിരിക്കുക. ഈ സ്മൃതി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് റിമെമ്പേർഡ് എന്നാണ്. ഓർത്ത് വെച്ചത്, വായിച്ച് പഠിച്ചത്, കാണാപ്പാഠം മനസ്സിലാക്കിയത് എന്നാണ് സ്മൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ഹേർഡ് ആണ്, കേട്ട് പഠിച്ചതാ. അത് എവിടെയെങ്കിലും എഴുതി വെച്ചതല്ല. അത് പരമ്പരകളായിട്ട് ആവർത്തിച്ച് വാമൊഴിയായി പ്രചരിച്ചു വന്നിട്ടുള്ള വിശ്വാസ സമ്പ്രദായങ്ങളാണ്. ഇതാരെങ്കിലും എഴുതിയതുമല്ല. അതുകൊണ്ടാണ് അപൗരുഷേയങ്ങളാണ് വേദങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപൗരുഷേയം എന്ന വാക്കിന്റെ അർത്ഥം പുരുഷനാൽ നിർമ്മിതമല്ലാത്തത് എന്നാണ്. സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമാണ് അത് എന്ന്. അതുകൊണ്ടാണ് വേദങ്ങൾക്കൊന്നും നമ്മൾ കർത്താവിനെ കാണാത്തത്. നേരെ തിരിച്ച് സ്മൃതികളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോന്നിനും കർത്താവിനെ കാണുന്നുണ്ട്. ആരാണ് ഇത് എഴുതിയത്? Who created this? Who wrote this? എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇസ് പെർഫെക്റ്റ്ലി ആൻസേർഡ്. നമ്മൾ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ആരാ ഭാരതം എഴുതിയത്? വ്യാസനാണ് എഴുതിയത്. ആരാ രാമായണം എഴുതിയത്? വാത്മീകിയാണ് എഴുതിയത്. ആരാണ് യോഗവാസിഷ്ടം എഴുതിയത്? വസിഷ്ഠനാണ് എഴുതിയത്. ആരാണ് മനുസ്മൃതി എഴുതിയത്? മനുവാണ് എഴുതിയത്. ആരാണ് യാജ്ഞവൽക്യ സ്മൃതി എഴുതിയത്? യാജ്ഞവൽക്യനാണ് എഴുതിയത്. നാരദസ്മൃതി നാരദൻ എഴുതി. അങ്ങനെ ഓരോന്നിനും കർത്താവുണ്ട്. പക്ഷെ വേദങ്ങൾക്ക് ആരാ കർത്താവ്? ഋഗ്വേദം ആരാണ് എഴുതിയത്? യജുർവേദം ആരാണ് എഴുതിയത്? സാമവേദം ആരുടെ സൃഷ്ടിയാണ്? അഥർവവേദത്തിന്റെ കർത്താവ് ആരാണ്? ഇതിനൊന്നും ഒരു കർത്താവല്ലുള്ളത്. അതൊരു ആർഷഭാരത പരമ്പരയാണ് അതിന്റെ പിന്നിലുള്ളത്. ഋഷിമാരുടെ ഒരു അൺബ്രോക്കൺ ചെയിനാണ്. എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ആർജിത ജ്ഞാനത്തിന്റെ സഞ്ചിത രൂപമാണ് വേദം. ആ വേദം അവര് പോലും അതിന്റെ കർത്തൃത്വം അവകാശപ്പെടുത്തില്ല. ഞാനാണിത് നിർമ്മിച്ചത്, ഞാനാണിത് തയ്യാറാക്കിയെന്ന് അവർ പറയുന്നില്ല. പിന്നെയോ ഞങ്ങൾ ഈ ജ്ഞാനത്തെ കണ്ടെടുക്കുകയാണ് ചെയ്തത് എന്ന് അവർ പറയുന്നു. ഇപ്പൊ നമ്മള് സയൻസ് പഠിക്കുമ്പോൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ. ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒരാൾ നിർമ്മിക്കുന്നതാണ്. ഡിസ്കവറി ആണെങ്കിലോ, ഡിസ്കവറി ആളുകൾ കണ്ടെടുക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ടി വി ആരാ കണ്ടുപിടിച്ചത്? ടി വി കണ്ടുപിടിച്ചത് ജോൺ ലക്കി ബേർഡ് ആണ് കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടർ ആരാ കണ്ടുപിടിച്ചത്? ചാൾസ് ബബേജ് ആണ് കണ്ടുപിടിച്ചത്. വിമാനം ആരാണ് കണ്ടുപിടിച്ചത്? റൈറ്റ് ബ്രദേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. റേഡിയോ ആരാണ് കണ്ടുപിടിച്ചത്? മാർക്കോണിയാണ് കണ്ടുപിടിച്ചത്. ഇവർ കണ്ടുപിടിച്ചപ്പോഴേ ആ സാധനം ഉള്ളൂ. ഇവർ കണ്ടുപിടിക്കുന്നതിന്റെ തലേന്ന് ആ സാധനം ഇല്ല. മാർക്കോണി റേഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് റേഡിയോ ഉണ്ടായിരുന്നില്ല. ജോൺ ലക്കി ബേർഡ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ടി വി ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ തിയറി ഓഫ് ഗ്രാവിറ്റി, നമ്മൾ ഈ എന്താ പറയാ ഗുരുത്വാകർഷണ ബലം, ഇത് ഐസക് ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചത് എന്നാണ് നമ്മൾ പൊതുവിൽ പറയുന്നത്. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രാവിറ്റി ഇല്ലേ?
ഐസക് ന്യൂട്ടന്റെ കാലത്തിന് മുൻപ് ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിളുകൾ താഴേക്ക് വീഴുന്നതിന് പകരം മേലേക്കാണോ പോയിരുന്നത്? അല്ല. ഐസക് ന്യൂട്ടന് മുൻപും ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഐസക് ന്യൂട്ടൻ എന്താ ചെയ്തത്? ഗ്രാവിറ്റിയെ നിർമ്മിക്കുകയല്ല, ലോകത്തിൽ ഇങ്ങനെയൊരു പ്രതിഭാസം ഉണ്ടെന്നുള്ളത് തന്റെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ കണ്ടെടുക്കുകയും ആ കണ്ടെത്തിയ വിജ്ഞാനത്തെ മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സൈദ്ധാന്തിക ഭാഷം ചമയ്ക്കുകയുമാണ് ചെയ്തത്. അതിനൊരു തിയറിയായി കൺവേർട്ട് ചെയ്തപ്പോ, അതിന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമാക്കി മാറ്റിയപ്പോ അതിന് ഒരു സിദ്ധാന്ത രൂപം വരികയാണ് ചെയ്തത്. അതുപോലെ ഋഷീശ്വരന്മാർ പറയുന്നത് ഈ പറയുന്ന അറിവ് വൈദികമായിട്ടുള്ള ജ്ഞാനം ഞങ്ങളുടെ നിർമ്മിതിയല്ല, ഇത് പ്രപഞ്ചോൽപത്തി മുതൽ നിലനിൽക്കുന്ന സനാതനമായിട്ടുള്ള ബ്രഹ്മസത്യങ്ങളാണ്. എന്നാൽ ഞങ്ങളുടെ ധ്യാനത്തിന്റെ ഉന്നതാവസ്ഥകളിൽ ആ ജ്ഞാനത്തെ ഞങ്ങൾ കണ്ടെടുക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശബ്ദരൂപം നൽകുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള. അപ്പൊ അങ്ങനെ ഋഷീശ്വരന്മാരാൽ ആർജിതമായിട്ടുള്ള വൈദിക വിജ്ഞാനത്തെയാണ് നമ്മൾ വേദങ്ങൾ എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യത്തെ പ്രമാണം. അതിൽ നിന്നാണ് പിന്നീട് ബാക്കിയെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്കറിയാം വേദങ്ങൾക്ക് 4 ഭാഗങ്ങളാണുള്ളത്. വേദങ്ങൾക്ക് ആദ്യ ഭാഗത്തിന് നമ്മൾ സംഹിത എന്ന് പറയും, രണ്ടാമത്തെ ഭാഗത്തിന് ബ്രാഹ്മണങ്ങൾ എന്ന് പറയും, മൂന്നാമത്തെ ഭാഗത്തിന് ആരണ്യകങ്ങൾ എന്ന് പറയും, നാലാമത്തെ ഭാഗത്തിന് ഉപനിഷത്തുകൾ എന്ന് പറയും. ഉപനിഷത്തുകളെയാണ് നമ്മൾ വേദാന്തം എന്ന് വിളിക്കുന്നത്. ഈ 4ാമത്തെ ഭാഗം വേദത്തിന്റെ അന്തം അല്ലെങ്കിൽ വേദത്തിന്റെ ഏറ്റവും അവസാന പാദം എന്നുള്ള നിലയിലാണ് നമ്മൾ വേദാന്തങ്ങൾ എന്ന് പറയുന്നത്. സംഹിതകൾ എന്ന് പറയുന്നത് ഈ വേദത്തിലെ മന്ത്രരൂപങ്ങളാണ്, അതിലെ ശ്ലോകങ്ങൾ, അതിലെ മന്ത്രഭാവങ്ങളെയാണ് നമ്മൾ സംഹിതകൾ എന്ന് വിളിക്കുന്നത്. ഈ സംഹിതകളുടെ മുകളിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ കമന്ററികളെയാണ് നമ്മൾ ബ്രാഹ്മണങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിന് മുകളിലുള്ള നിരന്തരമായിട്ടുള്ള പഠനം കൊണ്ട് അവയ്ക്ക് മേലെ അവർ നടത്തിയിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഭാഷ്യങ്ങളാണ്, വ്യാഖ്യാനങ്ങളെയാണ് നമ്മൾ ബ്രാഹ്മണങ്ങൾ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്തെയാണ് നമ്മൾ ആരണ്യകങ്ങൾ. ആരണ്യകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേദത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢമായിട്ടുള്ള തത്വചിന്തയാണ്. അതിനെപ്പറ്റി ആഴത്തിൽ മനനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ പറ്റില്ല. അത് നമ്മൾ സ്വയമേവ മനനം കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. ആരണ്യകം എന്നുള്ള വാക്കുണ്ടാവുന്നത് ആരണ്യത്തിൽ നിന്ന്. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം. കാട് എന്ന് അതിന് പ്രയോഗത്തിന് പേര് വരാനുള്ള കാരണം പണ്ട് ഈ തത്വങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആളുകൾ വാനപ്രസ്ഥത്തിന് എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോരുന്നത്. കാരണം ഈ അറിവ് നിങ്ങൾക്ക് കൊട്ടാരത്തിൽ ഇരുന്ന് എത്ര ശ്രമിച്ചാലും കിട്ടുന്നതല്ല. ആ അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റാരും ഇല്ലാത്തൊരിടത്തേക്ക് പോവേണ്ടതുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രഹ്മചര്യം, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം, അത് കഴിഞ്ഞാൽ സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഗീതയിൽ. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസമാണ് സന്യാസം. ഞാൻ, എന്റേത്, എനിക്ക് തുടങ്ങിയിട്ടുള്ള മമതാബന്ധങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ, ഞാൻ എന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഒരാൾ പ്രാപിക്കുന്ന ഒരു കൈവല്യാവസ്ഥയായിട്ടാണ് നമ്മൾ സന്യാസത്തെ മനസ്സിലാക്കുന്നത്. ആ സന്യാസത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് വാനപ്രസ്ഥം. അതുവരെ നിങ്ങൾ ആർജിച്ചതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. മഹാഭാരത യുദ്ധം നടത്തി നേടിയെടുത്ത രാജ്യം മരണം വരെ സുഖിച്ച് ഭരിക്കുകയല്ല പാണ്ഡവന്മാര് ചെയ്തത്. തങ്ങളുടെ സമയമായപ്പോ അത് അടുത്ത തലമുറയെ ഏൽപ്പിച്ചുകൊണ്ട് വാനപ്രസ്ഥത്തിന് പോവാണ് പാണ്ഡവര് പോലും ചെയ്തത്. ഈ മഹാഭാരതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ഏതെങ്കിലും ഘട്ടത്തിൽ പോകുന്നുണ്ട്. അതില് യുദ്ധത്തിൽ മരിക്കാത്ത ആൾക്കാരെല്ലാവരും, വിതുരർ പോകുന്നുണ്ട്, ഗാന്ധാരി പോകുന്നുണ്ട്, ഈ പറയുന്ന കുന്തി പോകുന്നുണ്ട്, എല്ലാവരും വാനപ്രസ്ഥത്തിന് പോകുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്നാഹങ്ങളും എല്ലാ ആഡംബരങ്ങളും ഉള്ള ആളുകളും ഇതൊന്നും സ്ഥിരമല്ലെന്നുള്ള ബോധത്തോടു കൂടി ഇത് ഉപേക്ഷിച്ചു പോകുന്നു. എന്തിനു പോകുന്നു? സന്യാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടി, ഞാനെന്ന ബോധം ഇല്ലാതാവുന്നതിന് വേണ്ടി മനനം ചെയ്യേണ്ട തത്വങ്ങളെയാണ് നമ്മൾ ആരണ്യകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അത് നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഏറ്റവും മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളോ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ശ്രദ്ധ തിരിക്കുന്ന സങ്കേതങ്ങളോ ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു മമതാബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സന്യാസിയുടെ അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തെയാണ് നമ്മൾ വേദാന്തങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകൾ എന്ന് വിളിക്കുന്നത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്തൊന്നിനോട് അടുത്താലാണോ നമ്മുടെ ജാഡ്യങ്ങളെല്ലാം ഇല്ലാതാവുന്നത് അതിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയാം. അപ്പൊ ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദത്തിലെ തത്വചിന്തയാണ്. വേദത്തിന്റെ വിജ്ഞാനത്തിന്റെ സംഗ്രഹമാണ് ഉപനിഷത്ത്. വേദസാരം എന്നാണ് നമ്മൾ ഉപനിഷത്തിനെ പറയാം.
അതായത് വേദത്തിലെ തത്വങ്ങളെ കാച്ചി കുറുക്കിയിട്ട് അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാവുന്ന ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പോഴാണ് ഉപനിഷത്തുകൾ ഉണ്ടാക്കിയത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന് വേറൊരിടത്തും അടുത്തിരുത്തി പഠിപ്പിക്കേണ്ടതെന്ന്. ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഗതി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വേദങ്ങൾ എന്ന് പറയുന്നത് അപൗരുഷേയങ്ങളായിട്ടുള്ള സത്യങ്ങളാണ്. ഈ ഭാഷയുടെ ഒരു കുഴപ്പം അത് കാലം കൊണ്ട് ദുർഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷ നമുക്കിപ്പോ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഒരു 100 കൊല്ലം മുൻപേയുള്ള മാതൃഭൂമി മനോരമ പത്രമൊക്കെ എടുത്ത് വായിച്ചു, അതിലെ ഭാഷ വളരെ കൃത്രിമമായിട്ടുള്ള വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് നമുക്ക് തോന്നും. പ്രേം നസീറൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ പോലും ഈ ഭാഷയിലുള്ളൊരു കൗതുകം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വർത്തമാന ഭാഷയിലല്ല അവർ അന്നത്തെ കാലത്ത് സംസാരിച്ചിരുന്നത്. അപ്പൊ ഭാഷ കാലം കൊണ്ട്, കാരണം ഈ ലാംഗ്വേജ് ഇസ് എ വെരി ഡൈനാമിക് തിങ്. അത് കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, രൂപഭാവങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വേദത്തിന്റെ ഭാഷ, ഈ ഋഷീശ്വരന്മാരുടെ ഭാഷ അടുത്ത തലമുറയ്ക്ക് ഗ്രഹിക്കാൻ പ്രയാസമായി. അവർക്ക് ഇതിന്റെ തത്വങ്ങൾ ഗ്രഹിക്കാൻ പ്രയാസമായപ്പോ വൈദികമായിട്ടുള്ള വിജ്ഞാനത്തെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ കാച്ചി കുറുക്കി എടുത്തതാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഉപനിഷത്ത് 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് 10 ഉപനിഷത്തുകൾ, ദശോപനിഷത്തുകൾ എന്ന് പറയുന്നവയ്ക്കാണ് നമ്മൾ പ്രാമാണ്യം കൊടുക്കാറ്. കാരണം ആചാര്യസ്വാമികള് വ്യാഖ്യാനം ചമച്ചിട്ടുള്ളത്, ഭാഷ്യം ചമച്ചിട്ടുള്ളത് ഈ 10 ഉപനിഷത്തുകൾക്ക് ആയതുകൊണ്ടാണ്. ഈ ഹിന്ദുധർമ്മത്തിൽ നമ്മൾ പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുമല്ലോ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇത് മൂന്നിനും ഭാഷ്യം ചമയ്ക്കുന്ന ആളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കാറ്. ശങ്കരനെ നമ്മൾ ശങ്കരാചാര്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ശങ്കരൻ ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. നമ്മൾ മാധവനെ മാധവാചാര്യൻ എന്ന് വിളിക്കുന്നത് മാധവൻ ഈ പറയുന്ന പ്രസ്ഥാനത്രയങ്ങൾക്ക് ദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. നമ്മൾ രാമാനുജനെ രാമാനുജാചാര്യൻ എന്ന് വിളിക്കുന്നത് വിശിഷ്ടദ്വൈത പ്രകാരം ഇതിന് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. വല്ലഭനെ വല്ലഭാചാര്യൻ എന്ന് വിളിക്കുന്നത് ശുദ്ധാദ്വൈത പ്രകാരം ഇതിന് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. ഈ ധർമ്മത്തിന്റെ ഒരു സൗന്ദര്യം എവിടെയാണെന്ന് വെച്ചാൽ ഈ 4 പേരും നമുക്ക് ആചാര്യന്മാരാണ് എന്നുള്ളതാണ്. ഈ ശങ്കരൻ ആചാര്യനാണെങ്കിൽ വേറൊരു ധർമ്മത്തിലും മാധവൻ ആചാര്യനാകാൻ സാധിക്കില്ല. കാരണം ശങ്കരൻ പറഞ്ഞത് അദ്വൈതമാണ്, മാധവൻ പറഞ്ഞത് ദ്വൈതമാണ്. ശങ്കരൻ പറയുന്നത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നാണ്, നോൺ ഡുവലിസമാണ്. മോണിസം അല്ല, നോൺ ഡുവലിസമാണ് ശങ്കരൻ പറയുന്നത്. അദ്വൈതമാണ് പറയുന്നതെങ്കിൽ മാധവൻ പറയുന്ന ഡുവലിസമാണ്, രണ്ട് തന്നെ ഒന്നല്ല എന്നാണ് പറയുന്നത്. ഇതിലൊന്ന് ശരിയാണെങ്കിൽ മറ്റേ തെറ്റാവണം. ശങ്കരനാണ് ശരിയെങ്കിൽ മാധവൻ തെറ്റാവണം. പക്ഷെ ഏതെങ്കിലും ഒന്ന് ശരി മറ്റേത് തെറ്റ് എന്ന് വിധിക്കുന്ന സമ്പ്രദായം നമുക്കില്ല. രണ്ടും ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നുള്ളതാണ് നമ്മുടെ ദർശനം. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയം ശങ്കരനും അതേ സമയം തന്നെ മാധവനും ആചാര്യന്മാരായിരിക്കുന്നത്. ഇത് ഈ ധർമ്മത്തിന്റെ ഒരു സൗന്ദര്യമാണ്, ഈ ധർമ്മത്തിന്റെ ഒരു സ്വീകരണ സ്വഭാവത്തെയാണ് ഇത് കാണിക്കുന്നത്. ഏതെങ്കിലും ഒന്നു മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ് എന്ന് ശഠിക്കുന്ന ശീലം ഈ ധർമ്മത്തിലില്ല. അതുകൊണ്ടാണ് ഈ ധർമ്മത്തില് വ്യത്യസ്തങ്ങൾ മാത്രമല്ല പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ പോലും ഇവിടെയുള്ളത്. ഇവിടെ ഏകദൈവ സിദ്ധാന്തവും ഉണ്ട്, ബഹുദൈവ സിദ്ധാന്തവും ഉണ്ട്. ഇവിടെ നിർഗുണ ആരാധനയുണ്ട്, സഗുണായിട്ടുള്ള ആരാധനയുണ്ട്. ഇവിടെ വൈദികമായിട്ടുള്ള ആചരണ പദ്ധതിയുണ്ട്, താന്ത്രികമായിട്ടുള്ള ആചരണ പദ്ധതിയുണ്ട്. ഇവിടെ ഈ പറയുന്ന കൗളവും ഉണ്ട്, ഇവിടെ ഈ പറയുന്ന പോലെ സാത്വികമുണ്ട്. ഇവിടെ ഈ പറയുന്ന പോലെ ഗംഗ, ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗോമാത എന്ന് പറയുന്ന പഞ്ചമ ഗകാരമുണ്ട്. ഇവിടെ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന പഞ്ചമ മകാരമുണ്ട്. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾക്ക് പോലും ഒന്നിച്ച് നിലനിൽക്കാൻ കഴിയുന്ന സഹവർത്തിത്വത്തിന്റെ ഒരു സഞ്ചിത ഭാവത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ, ആ ഗ്രേറ്റ് സിന്തസിസിനെയാണ് നമ്മൾ ആ ഹോമോജനസ് അല്ലാതെ വളരെ ഹെട്രോജനസ് ആയിട്ടുള്ള ലോട്ടിന്റെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു നിലനിൽപ്പിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹിന്ദുധർമ്മം എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉള്ളിലെ ആശയധാരകൾ എന്ന് പറയുന്നത് അത്രയേറെ വ്യത്യസ്തങ്ങളാണ്. അപ്പൊ സിംഗിൾ ഗോഡ് അല്ല നമുക്കുള്ളത്, സിംഗിൾ ടെക്സ്റ്റ് അല്ല നമുക്കുള്ളത്, സിംഗിൾ പ്രൊഫറ്റും അല്ല നമുക്കുള്ളത്. ആരാണ് ഹിന്ദുവിന്റെ ഏക പ്രവാചകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവിന് അനേക കോടി മഹാപുരുഷന്മാർ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നത് യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലെ? ഏത് സമയത്ത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ പരാജയപ്പെടുത്താനും ഈ ധർമ്മത്തെ ഉദ്ധാനം ചെയ്യാനും വേണ്ടി ഞാൻ തന്നെ പല ഭാവങ്ങളിൽ അവതരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ കാലത്തും അവതാരങ്ങളും മഹാപുരുഷന്മാരും ഉണ്ടായിട്ടുള്ളത്. ഹിന്ദുവിന്റെ ഒരേ ഒരു പ്രവാചകൻ ആരാണ്? ശ്രീകൃഷ്ണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വന്നിട്ടുള്ള പ്രവാചക പരമ്പരയെ, അതിനുശേഷം വന്നിട്ടുള്ള മഹാപുരുഷന്മാരെ മുഴുവൻ നമ്മൾ നിഷേധിക്കേണ്ടി വരില്ലേ? ശങ്കരൻ അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ഈശ്വരന്റെ അവതാരം തന്നെയായി കണക്കാക്കേണ്ടതല്ലേ?
കാരണം ബുദ്ധ ജൈന ധർമ്മങ്ങളുടെ വലിയ പ്രതാപത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഹിന്ദുധർമ്മം ക്ഷയിച്ചു പോവുകയാണ്. ഹിന്ദുധർമ്മത്തിന് മേലെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഇന്റലക്ച്വൽ വിക്ടറി ബുദ്ധധർമ്മം നേടിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് ആയുധത്തിന് പകരം ചക്രത്തിനും ശംഖിനും പകരം ഏകചത്രവും കാഷായവുമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ അവതരിക്കുന്നത്. 32 വയസ്സിലാണ് ശങ്കരൻ സമാധിയാവുന്നത്. ആലോചിച്ച് നോക്കണം. 8 വയസ്സിൽ കാലടിയിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുള്ള ശങ്കരൻ 32 വയസ്സിൽ ഹരിദ്വാറിൽ സമാധിയാവുന്ന കേവലം 24 വർഷം കൊണ്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു പക്ഷെ 240 വർഷങ്ങൾ കൊണ്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല. 32 വയസ്സിൽ ശങ്കരൻ സമാധിയായി എന്ന് പറയുമ്പോൾ 33 വയസ്സുള്ള ഞാനിങ്ങനെ ഇടയ്ക്ക് മുകളിലേക്ക് നോക്കും. നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. ആ സമയത്തിനിടയിൽ ശങ്കരൻ എന്താ ചെയ്തത്? കാലടിയിൽ നിന്ന് കാൽനടയായിട്ട് ഈ കാശ്മീരം വരെ, നീലം താഴ്വരയിലാണ്, കാശ്മീരിലെ നീലം വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ശാരദാപീഠം, നമ്മൾ സർവജ്ഞപീഠം എന്ന് വിളിക്കുന്ന ശാരദാപീഠം ഇരിക്കുന്നത് കാശ്മീരിലെ നീലം താഴ്വരയിലാണ്. നീലം താഴ്വര വരെ കാൽനടയായി പോയി അവിടെ ആദ്യമായിട്ട് സംവാദത്തിലൂടെ പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ശാരദാപീഠത്തിന്റെ ദക്ഷിണദ്വാരം തുറപ്പിച്ച് സർവജ്ഞപീഠം കയറി. അതിനുശേഷം രാജ്യത്തിന്റെ 4 ദിക്കുകളിലേക്കും അക്ഷരാർത്ഥത്തിൽ ശങ്കര ദിഗ്വിജയം നടത്തി. അവിടെയുള്ള ഓരോ പ്രദേശത്തെ പണ്ഡിതന്മാരെയും സംവാദ മികവ് കൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെട്ട് പരാജയപ്പെടുത്തി അവരെ മുഴുവൻ തന്റെ ദർശനങ്ങളിലേക്ക് കൊണ്ടുവന്നു. തന്റെ വരവിന്റെ അടയാളമായിട്ടും തന്റെ ജ്ഞാനത്തിന്റെ വിളംബരമായിട്ടും രാജ്യത്തിന്റെ 4 ഭാഗങ്ങളിലും 4 മഠങ്ങൾ സ്ഥാപിച്ചു. ദക്ഷിണ മഠം നമ്മുടെ ശൃംഗേരിയിൽ, കർണാടകയിലെ ശൃംഗേരിയിൽ, ഉത്തരമഠം ബാദ്രികാശ്രമം എന്ന് പറയുന്ന ജ്യോതിഷ് മഠം, ബദ്രിയില്, മറ്റേ ഒറീസയിലെ പുരിയിലെ ദ്വാരക മഠം, അതേപോലെ തന്നെ ഗുജറാത്തിൽ മഠം, ഇങ്ങനെ 4 സ്ഥലത്ത്. ഇന്ത്യയുടെ ശരിക്ക് ഈ ചില ആളുകൾ ഇറക്കി പറയാറുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വന്നത്, അതിനു മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാന്ന്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് അക്ഷരാർത്ഥത്തിൽ ശങ്കരൻ വരച്ചു വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും, രാജ്യത്തിന്റെ 4 ബൗണ്ടറിയും അടയാളപ്പെടുത്തിക്കൊണ്ട്. അപ്പോ 4 മഠങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. എത്രയോ മഹായാന ബൗദ്ധരെ മുതൽ മഹാരാജാക്കന്മാരെ വരെ സംവാദത്തിലൂടെ പരാജയപ്പെടുത്തുന്നുണ്ട്. അതിനിടയിൽ ഈ പറയുന്ന പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും 10 ഉപനിഷത്തുകൾക്കും ഭാഷ്യം ചമയ്ക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 100 കണക്കിന് ശ്ലോകങ്ങളും സൂക്തങ്ങളും ഷടകങ്ങളും ചമയ്ക്കുന്നുണ്ട്. നിർവാണാഷ്ടകം അല്ലെങ്കിൽ സൗന്ദര്യലഹരി തുടങ്ങിയിട്ടുള്ള എത്രയോ കൃതികൾ ചമയ്ക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മൂകാംബിക ക്ഷേത്രം ശങ്കരന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ്. ബദ്രി അല്ലെങ്കിൽ കേദാർ, ഇതൊക്കെ ശങ്കരന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മലയാള തന്ത്രം പിന്തുടരുന്ന ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പൂജയ്ക്ക് ഇപ്പോഴും മലയാളിയായിട്ടുള്ള ബ്രാഹ്മണൻ വേണമെന്ന് നിയമമുണ്ട്. കാരണം മലയാള തന്ത്രം പ്രകാരം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് പിന്തുടരുന്ന സന്യാസ സമ്പ്രദായങ്ങൾ മുഴുവൻ ശങ്കരന്റെ സൃഷ്ടിയാണ്. ഈ ദശനാമി സമ്പ്രദായം എന്ന് പറയുന്നുണ്ടല്ലോ, ഗിരി, പുരി, സരസ്വതി, ഭാരതി തുടങ്ങിയിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന 10 സമ്പ്രദായത്തിലുള്ള സന്യാസം ദശനാമി സമ്പ്രദായം രൂപീകരിക്കുന്ന ശങ്കരനാണ്. അതേപോലെ തന്നെ പരസ്പരം പല മതങ്ങളെ പോലെ വിഘടിച്ചു നിന്നിരുന്ന ശൈവരെയും വൈഷ്ണവരെയും ശാക്തേയരെയും ഗാണവത്യരെയും കൗമാരരെയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഷൺമത സമ്പ്രദായം എന്ന് പറയുന്ന ഒരു പഞ്ചായതന പൂജയൊക്കെ ഉൾപ്പെടുന്ന ഷൺമത സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സിന്തസിസ് റിലീജിയൻ സൃഷ്ടിക്കുന്നത് ആധുനിക ഹിന്ദു ധർമ്മത്തിന്റെ സൃഷ്ടാവ് തന്നെയാവുന്നത് ശങ്കരനാണ്. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അദ്ദേഹം 24 വയസ്സുകൊണ്ട് മരിച്ചു പോയി ചെയ്തിട്ടുണ്ട്. 32 വയസ്സിൽ സമാധിയായിട്ടുണ്ട്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഈ ധർമ്മം വലിയ വെല്ലുവിളി നേരിട്ട കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ള ഒരു ഈശ്വരാവതാരമായി തന്നെ പരിഗണിക്കാവുന്ന ആളാണ് ശങ്കരൻ. അതിനുശേഷം ഈ ധർമ്മം വലിയ വെല്ലുവിളി നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് മഹർഷി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ സ്വാമികൾ, മഹർഷി അരവിന്ദൻ. ഇവരെ എല്ലാവർക്കും നമുക്ക് വേണമെങ്കിൽ അവതാരങ്ങളായി കിടക്കാം. അപ്പോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചൊരു വൺ ടൈം ഫെനോമിനൻ അല്ല നമുക്ക് പ്രവാചകൻ എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഒരാള് ഒരൊറ്റ തവണത്തെ അത്ഭുതമായിട്ട് ഒരാൾ സംഭവിക്കുകയും പിന്നീട് അതിന് തുടർച്ച ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല. പിന്നെയോ നമ്മളെല്ലാ ധർമ്മത്തും ഇവിടെ അവതാരങ്ങളും മഹാപുരുഷന്മാരും യോഗീശ്വരന്മാരും ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആ അവസ്ഥയിലേക്ക് വികസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ഈ കൺവെൻഷണൽ റിലീജിയന്റെ ബേസിക് പ്രിമൈസുകളായിട്ടുള്ള ഈ സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ, ഏകധർമ്മം, ഏക ദൈവം, ഏക ഗ്രന്ഥം, ഏക പ്രവാചകൻ എന്ന് പറയുന്ന ഫോർമുലയെ തന്നെ പൊളിക്കുകയാണ് ഹിന്ദുധർമ്മം ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു കൺഫർമിസ്റ്റ് സ്വഭാവമുള്ള ഒരു ധർമ്മമല്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്ന കൺവെൻഷണൽ റിലീജിയന്റെ ഒരു സിദ്ധാന്തം അത് ഫോളോ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരാളെ ഈ മതത്തിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയിപ്പോ ഇത് ശരിക്കാണോ നിങ്ങൾ ഈ അനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളിലുള്ളത് പോലെ ഒരു റിലീജിയസ് അതോറിറ്റി,
നിങ്ങൾക്ക് മേലെ നിയന്ത്രണാധികാരമുള്ള ആത്മീയ നേതൃത്വം എന്ന് പറയുന്ന സംവിധാനത്തെ ഈ ധർമ്മം വകവെക്കുന്നില്ലേ? യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ബിലീഫ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പരമപ്രധാനിയായിട്ടുള്ള അധികാരി. നിങ്ങളുടെ സമ്പ്രദായം ശരിയല്ലെന്ന് പറയാനോ നിങ്ങളുടെ മാർഗത്തിന് തടസ്സം നിൽക്കാനോ ഈ ധർമ്മത്തിൽ ഒരാൾക്കും ഒരു അധികാരവും ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. ഈ ധർമ്മത്തിന് ആരെയും പുറത്താക്കാനുള്ള ഒരു നിയമാവലി പോലും ഇല്ല. നിങ്ങൾ നാളെ തൊട്ട് ഹിന്ദു അല്ല എന്ന് അങ്ങനെ പറയാൻ അധികാരമുള്ള ഒരാളില്ലെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാനൊരു ക്രിയാപദ്ധതി പോലും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കൺവെൻഷണൽ റിലീജിയൻസിന്റെ എല്ലാ സ്വഭാവങ്ങളെയും നിഷേധിക്കുന്ന ഒരു വേ ഓഫ് ലൈഫാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു ജീവിത പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ സിന്ധു നദിക്ക് ഇപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യരെ നമ്മളതിന്റെ ചരിത്രത്തിന്റെ എറ്റിമോളജി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവുന്നത് പോലും സിന്ധു എന്ന വാക്കിൽ നിന്നാണ്. സിന്ധു നദിക്ക് ഇപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യരെ ഈ പറയുന്ന പേർഷ്യന്മാര് വിളിക്കുന്ന പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് ഒരേ സമയം ഒരു ജനതയെയും ഒരു ഭൂപ്രദേശത്തെയും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സംസ്കാരത്തെയും അവരുടെ ജീവിത പദ്ധതിയെയും ഒക്കെ വിവക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമൺ ടേമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. ഈ പേർഷ്യൻ വാക്കിൽ സ എന്നുള്ള അക്ഷരത്തിന് ഉച്ചാരണമില്ല, ഒരു ഹ എന്നാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പേർഷ്യൻ പറയുന്ന സ്വരാഷ്ട്രീയ റിലീജിയൻ ഫോളോ ചെയ്യുന്നവരുടെ പ്രധാന ഗ്രന്ഥമാണ് സെൻ അവസ്ഥ. ഈ സെൻ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ സപ്ത സിന്ധു എന്നല്ല പറയുക, അതിൽ ഹപ്ത ഹിന്ദു എന്നാണ് പറയുക. അതിൽ സോമം എന്നല്ല ഉള്ളത്, അതിൽ ഹോമം എന്നാണുള്ളത്. അവിടെ അസുരനല്ല അഹുരയാണ്. അവരുടെ ദൈവത്തിന്റെ പേര് തന്നെ അഹുരമസ്ഥ എന്നാണ്. നമ്മളിവിടെ ദേവന്മാരെ നല്ലവരും അസുരന്മാരെ മോശക്കാരുമായി കാണുമ്പോൾ റിലീജിയൻ നേരെ തിരിയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ദേവന്മാരെന്ന് പറയുന്നത് തെറ്റുകാരും അഹുര എന്ന് പറയുന്നത് സുപ്രീം ഗോഡുമാണ്. സരസ്വതി നദി വരണ്ടു പോയപ്പോൾ രണ്ട് ഭാഗത്തേക്ക് പോയിട്ടുള്ള മനുഷ്യരാണ് എന്നൊരു സിദ്ധാന്തത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രഡീഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. എന്തായാലും ഈ പേർഷ്യൻ ഭാഷയിൽ സ എന്നുള്ള വാക്കാണ് ഹായായി മാറുന്നത്. അങ്ങനെ സിന്ധു എന്നതിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടാവുന്നത്. ആ ഹിന്ദു എന്ന് പറഞ്ഞ ജനതയാവട്ടെ അതിനുള്ളിൽ നിരവധിയായിട്ടുള്ള ആചരണങ്ങളും സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ട്. ഇവർ ഒരേ കോമൺ പ്രാക്ടീസസോ കോമൺ കസ്റ്റംസോ കോമൺ റിച്വൽസോ ഫോളോ ചെയ്തിരുന്ന ഒരു ഹോമോജനസ് ലോട്ട് അല്ല. അത് വളരെ ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു ജനസമൂഹമാണ്. നമ്മുടെ ഭാരതീയത എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങളുടെ ഒരു അത്ഭുതമാണല്ലോ. നമ്മള് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ UK ജീവിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ പഴയ ക്ലാസിക്കൽ UK എന്നുള്ള പ്രയോഗം ശരിക്കും ഓക്സിമോറോൺ ആണല്ലേ. ക്ലാസിക്കൽ ബ്രിട്ടൻ അല്ലേ ഉണ്ടായിരുന്നല്ലോ. UK എന്ന് പറയുന്നത് ഒരു ആധുനിക സൃഷ്ടിയാണല്ലോ. ശരി, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആ പഴയ കാലഘട്ടത്തിൽ ഒരു വളരെ ഹോമോജനസ് ആയിട്ടുള്ള സമൂഹമാണ്. നിങ്ങൾ ഒരു അറ്റത്തുനിന്ന് മറ്റൊരു അറ്റത്തേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 50 കിലോമീറ്റർ പോയാലും 100 കിലോമീറ്റർ പോയാലും 150 കിലോമീറ്റർ പോയാലും നിങ്ങൾ കാണുന്നത് ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്, ഒരേ തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്, ഒരേ ടെക്സ്ചറുള്ള ഒരേപോലത്തെ ശാരീരിക സവിശേഷതകളുള്ള ആളുകളാണ്, ഒരേ ഭക്ഷണ രീതി പിന്തുടരുന്ന ആളുകളാണ്, അടിസ്ഥാനപരമായിട്ട് ഒരേ സംസ്കാരമാണ്. നമ്മൾ അമേരിക്കയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സമയം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ഭാഷ മാറുന്നില്ല, ഭക്ഷണം മാറുന്നില്ല, സംസാര ശൈലി മാറുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു കാർ എടുത്തിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകളൊന്നും പോകണ്ട, 5-10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ ഭാഷ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ജില്ലകളിലും ഓരോ ഭാഷയുണ്ട്. ഓരോ ജില്ലകളിൽ തന്നെ 4-5 ഭാഷകളുണ്ട്. ഭാഷ മാറുന്നുണ്ട്, ഭക്ഷണ രീതി മാറുന്നുണ്ട്, സംസ്കാരങ്ങൾ മാറുന്നുണ്ട്, ജീവിത ശൈലികൾ മാറുന്നുണ്ട്. അപ്പൊ അത്രയും വ്യത്യസ്തതകളുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടേത്. ആയിരക്കണക്കിന് വിഭാഗങ്ങളും ആയിരക്കണക്കിന് പന്തുകളും ആയിരക്കണക്കിന് സമ്പ്രദായങ്ങളും ആയിരക്കണക്കിന് ആചരണ പദ്ധതികളുള്ള ധർമ്മമാണ്. ഇതെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഒന്നിച്ച് ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അംഗീകരിച്ചത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മാർഗങ്ങളെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ളത്. അതല്ലാണ്ട് നമ്മളൊരു കോമൺ കോഡ് ഓഫ് കണ്ടക്ട് വെച്ചുകൊണ്ട് ഒരു കോമൺ ബോക്സ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കയറുന്നവരെ മാത്രം നമ്മൾ മതവിശ്വാസികളാക്കുകയും ഇതിന് പുറത്ത് നിൽക്കുന്നവർക്കെതിരെ മുഴുവൻ നമ്മൾ ഇൻക്വിസിഷൻ ഓർഡർ ആക്കുകയും അവർക്ക് എല്ലാവർക്കും എതിരെ മതപരമായിട്ടുള്ള വിചാരണ നടത്തിയിട്ട് ഇവരെ മുഴുവൻ പാപികളാണ്, ഇവരെ മുഴുവൻ വിച്ചസ് ആണ്, ഇവരെ മുഴുവൻ ഹെററ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളിൽ ആചരണം നടത്താനുള്ള അനുവാദം ഉണ്ടെന്നും ഈ സമൂഹത്തിന് എത്ര വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടോ ആ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം ഹിന്ദുവാണ്. ശരിക്കും ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി പോലും ഇവോൾവ് ചെയ്ത് വരുന്നത് പുറത്തുനിന്നൊരാൾ വരുമ്പോൾ മാത്രമാണ്. അതുവരെ ഹിന്ദു എന്ന് പറയുന്ന
എന്താ അങ്ങനെ ഒരു റിലീജിയനായി തന്നെ അത് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഇൻവേഷൻസ് നടക്കുമ്പോൾ 11ാം നൂറ്റാണ്ട് മുതലുള്ള ഇസ്ലാമിക് ഇൻവേഷൻസ് വരുമ്പോഴാണ് അവര് പുറത്തുനിന്ന് വന്നവരും നമ്മൾ അകത്തുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ ഒരു മതവിഭാഗമായിട്ട് അതുവരെ ജീവിച്ചിരുന്ന ആൾക്കാര് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു. അതുവരെ അങ്ങനെ ഒരു റിലീജിയസ് ക്ലാസിഫിക്കേഷൻ പോലും ഇല്ല. അതിനിടയിൽ നിരവധി സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും പിന്തുടരുന്ന ആളുകളാണുള്ളത്. പിന്നീട് 16ാം നൂറ്റാണ്ടാവുമ്പോൾ ക്രിസ്ത്യൻ മിഷണറികൾ കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഇവര് ഹിന്ദു, ഇവര് മുസ്ലിം, ഞങ്ങൾ ക്രിസ്ത്യൻ എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. 10ാം നൂറ്റാണ്ട് വരെ ഈ രാജ്യത്തിനുള്ളിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും, അതിൽ ചില കോമൺ ആയിട്ടുള്ള ചില വിശ്വാസ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ രാമായണം എന്ന് പറയുന്ന കൃതി അല്ലെങ്കിൽ വേദങ്ങളുടെ ഈ പറയുന്ന ബഹുമാന്യതയെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയിട്ടുള്ള മഹാപുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സമാനമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. അതേപോലെ ഗംഗ, യമുന തുടങ്ങിയിട്ടുള്ള നദികളുടെ വൈശിഷ്ട്യത്തെ പറ്റിയിട്ട്, ക്ഷേത്രാരാധന പോലത്തെ സമ്പ്രദായങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളെല്ലാം ഹിന്ദുവാക്കി നിർത്തുന്ന ഒരു കോമൺ ത്രെഡ് ഉണ്ട്, ഒരു ഐക്യത്തിന്റെ ഒരു ചരടുണ്ട്. പലതരത്തിലുള്ള മുത്തുകളെ ഒന്നിച്ച് കോർത്തു നിർത്തുന്ന ഒരു മാല പോലെ ഈ രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളെയും സമ്പ്രദായങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം ഒന്നിച്ചു നിർത്തുന്ന ഐക്യത്തിന്റെ ആ ചരടിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. ആ ഹിന്ദു സംസ്കാരം ബേസിക്കലി 3-4 എലമെന്റുകളിൽ ആശ്രിതമാണ്. അതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് സീക്രട്ട് ജോഗ്രഫിയാണ്. ഇതൊരു സീക്രട്ട് ജോഗ്രഫിയാണ്. ഇതൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയാണെന്നുള്ള വിശ്വാസമാണ്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമിയും കർമ്മഭൂമിയും ദിവ്യഭൂമി ഇതാണെന്നും മറ്റൊരു സ്ഥലത്തല്ല നമ്മുടെ മോക്ഷമോ നമ്മുടെ എലിവേഷനോ ഇരിക്കുന്നത്, നമ്മുടെ ലിബറേഷനോ ഇരിക്കുന്നത് മറ്റൊരു സ്ഥലത്തല്ല എന്നുള്ളതാണ്. അപ്പോ ഈ അധിനിവേശത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു മൗലികമായിട്ടുള്ള സങ്കല്പം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അവരുടെ ദിവ്യദേശം ഇപ്പോഴും ഇരിക്കുന്നു എന്നതുകൊണ്ടാണ്. എത്ര ഈ രാജ്യവുമായിട്ട് അസിമിലേറ്റഡ് ആയി കഴിഞ്ഞാലും, ഈ രാജ്യവുമായിട്ട് ഇഴകി കഴിഞ്ഞാലും, ഈ രാജ്യത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാലും ആ വിശ്വാസ സമ്പ്രദായങ്ങൾക്ക് മറ്റൊരു ദിവ്യദേശം രാജ്യത്തിന് പുറത്താണ് ഇരിക്കുന്നത്. അത് ഏത് വിശ്വാസവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നേരെ തിരിച്ച് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമിയും ദിവ്യഭൂമിയും മാതൃഭൂമിയും പിതൃഭൂമിയും ഒക്കെ ഈ ഭാരതഭൂമി തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം മുതൽ ഈ ദേശാടിസ്ഥാനത്തിലാണ് ഈ ജനതന്നെ ഉണ്ടായത്. ആദ്യം ഇവിടുത്തെ ദേശം ആണ് ഉണ്ടാവുന്നത്. സിന്ധു അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ദേശമാണ്, ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ദേശമാണ് ഉണ്ടാവുന്നത്. ആ ഹിന്ദുസ്ഥാനത്ത് അധിവസിക്കുന്ന ജനതയാണ് എന്തായി മാറുന്നത്? ഹിന്ദുവായി മാറുന്നത്. അപ്പൊ ദേശീയതയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സീക്രട്ട് ജോഗ്രഫിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിഷ്ണു പുരാണത്തിലൊക്കെ കാണുന്നത് എന്താണ്, ഉത്തരായാം സമുദ്രസ്യ ഹിമാദ്രൈശ്ചൈവ ദക്ഷിണം, എന്താണ് അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടല്ലോ. ഈ പറയുന്ന ഹിന്ദു മഹാസമുദ്രത്തിന് മുകളിലായിട്ടും ഹിമാലയത്തിന് താഴെയായിട്ടും ഇരിക്കുന്ന ദേവനിർമ്മിതമായിട്ടുള്ള ഈ ഭൂമിയാണ് നമ്മുടെ ഭാരതഭൂമി. ഭരതന്റെ അനന്തര തലമുറകൾ വസിക്കുന്ന ഈ ഭൂമിയാണ് നമ്മൾ ഭാരതഭൂമി എന്ന് വിളിക്കുന്നത്. ഈ ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് സീക്രട്ട് ജോഗ്രഫി. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഹറന്റ് ഡിവിനിറ്റി ഓഫ് ഹ്യൂമൻസ്. ഓരോ മനുഷ്യരും ഈശ്വരാവതാരങ്ങളാണ്. ദൈവം എന്ന് പറയുന്നത് വളരെ വിദൂരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടിയിരിക്കുന്ന ചൈതന്യമാണെന്നുള്ള ഇൻഹറന്റ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നമസ്തേ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചൈതന്യത്തെ വണങ്ങുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ സംസ്കാരത്തിൽ നമസ്തേ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത് തന്നെ. അപ്പൊ ആ ഇൻഹറന്റ് ഡിവിനിറ്റി ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ട് വികസിക്കാനുള്ള ഓരോരുത്തരുടെയും സാധ്യത. ഈ ധർമ്മം ഒരു കാലത്തും ഒരാളെയും എന്താണ് പറയുക, പതിതനായിട്ടോ പാപിയായിട്ടോ കണക്കാക്കുന്നില്ല. ഇതെല്ലാം ഇവോൾവിംഗ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വികസിക്കാനുള്ള ഓരോ പ്രാണന്റെയും അവസ്ഥയെ ധർമ്മം മാനിക്കുന്നുണ്ട്. 4, മോക്ഷത്തെ പരമമായിട്ട് പരിഗണിക്കുന്നത്. അതല്ലാണ്ട് സ്വർഗത്തെയോ നരകത്തെയോ അല്ല നമ്മുടെ ധർമ്മത്തിൽ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസി നല്ല കാര്യങ്ങൾ ചെയ്തത് സ്വർഗം കിട്ടുമെന്ന പ്രലോഭനം കൊണ്ടല്ല, പാപം ചെയ്യാത്തത് നരകത്തിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ടുമല്ല. നമ്മുടെ ധർമ്മത്തിൽ ഈ സ്വർഗം നരകം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളില്ല. അത് ഈ കൺവെൻഷണൽ റിലീജിയൻസിന്റെ ഒരു സ്വഭാവമാണ്. കാരണം ആ ധർമ്മം ആളുകൾക്ക് നന്നായി പ്രവർത്തിച്ചാൽ റിവാർഡ് ഓഫർ ചെയ്യും, മോശമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 2 ടൂളുകൾ കൊണ്ടാണ് ഈ വിശ്വാസം മുന്നോട്ട് പോകുന്നത്. സ്വർഗത്തിലുള്ള വിശ്വാസവും നരകത്തോടുള്ള ഭയവുമാണ് ഈ ധർമ്മങ്ങളെ നിലനിർത്തുന്നതെങ്കിൽ നമ്മുടെ ധർമ്മത്തിൽ അങ്ങനെ മിഠായി കാണിച്ച് പ്രലോഭിപ്പിക്കുന്നതോ തീ കാണിച്ച് പേടിപ്പിക്കുന്നതോ ആയിട്ടുള്ള ശൈലിയില്ല. ഇവിടെ എന്താണുള്ളത്? ഇവിടെ മോക്ഷം എന്ന് പറയുന്ന സങ്കല്പമാണുള്ളത്.
ഈ നിരന്തരമായിട്ടുള്ള ജനന മരണങ്ങളുടെ ചാക്രികാവർത്തനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ലെന്നൊരവസ്ഥ പ്രാപിക്കണ്ടല്ലോ. ഈ പുനർജന്മം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാണ്ട് ആവുന്നതിനെയാണ് നമ്മൾ മോക്ഷം, ലിബറേഷൻ, സദ്ഗതി എന്നൊക്കെ പറയുന്നത്. വിഷ്ണുപാദത്തിൽ ലയിക്കുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. ആ മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളാണ് ഈ ധർമ്മത്തിലെ എല്ലാ സമ്പ്രദായങ്ങളും ആലോചിച്ചത്. അതിനുള്ള പല മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഭക്തിയോഗമുണ്ട്, അതിൽ കർമ്മയോഗമുണ്ട്, അതിൽ ജ്ഞാനയോഗമുണ്ട്, അതിൽ സന്യാസയോഗമുണ്ട്. ഏത് യോഗത്തിലൂടെയും നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഏത് മാർഗത്തിലൂടെയും നിങ്ങൾക്ക് അവലംബിക്കാവുന്ന ഒരു സംഗതിയാണ് മോക്ഷം. തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളാണ് ഈ ഈ വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള യുക്തികളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വേ ഓഫ് ലൈഫാണ്. ഓരോരുത്തർക്കും അവനവന്റെ ശരികൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ള ഒരു പദ്ധതിയാണ് എന്ന സങ്കല്പം ഉണ്ടായത്. അങ്ങനെ ഒരു വേ ഓഫ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായിട്ട് നിൽക്കുന്നത് ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതല്ലാണ്ട് ഈ ധർമ്മം ഇങ്ങനെ ടെക്സ്ച്വൽ ആയിട്ട് പ്രചരിച്ചു പോയിട്ടുള്ള ഒരു ധർമ്മമല്ല. മറ്റു മതങ്ങൾക്കെല്ലാം അവരുടെ ടെക്സ്റ്റ് പഠിപ്പിക്കാൻ കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ സൺഡേ സ്കൂളുകൾ പോലത്തെ സംവിധാനമുണ്ട്, കൃത്യമായിട്ട് ബൈബിൾ ക്ലാസ്സുകളുണ്ട്, അതിനുള്ള ഒരു കോമൺ പ്ലേസ് ഓഫ് അസംബ്ലി ഉണ്ട്, അല്ലെ? ഇസ്ലാമിൽ നോക്കിക്കഴിഞ്ഞാൽ മദ്രസ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, വെള്ളിയാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു സംഭവമുണ്ട്, ഒരു കോമൺ പ്ലേസ് ഓഫ് അസംബ്ലി ഉണ്ട്. കമ്മ്യൂണിറ്റി റിലീജിയൻസ് ആണ് അതെല്ലാം. ആളുകൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ആ മതങ്ങളിലെല്ലാം ഉണ്ട്. ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കണമെന്ന നിർബന്ധമുണ്ട്. നേരത്തെ ഹിന്ദുധർമ്മത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിന്ദുധർമ്മം ബേസിക്കലി ഒരു മിഷണറി മതമല്ല. കൂടുതൽ ആളുകളെ അതിലേക്ക് ചേർക്കണം എന്ന് ഹിന്ദുധർമ്മം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പരമാവധി ആളുകളൊന്നും വരാണ്ടിരുന്നാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് പൊതുവെ ഹിന്ദുക്കളുടെ ഒരു ചിന്ത. അപ്പൊ അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും കൂട്ടായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുള്ളൂ. നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പോലും അടുത്തേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നമ്മൾ ഈശ്വരനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതിൽ മൂന്നാമതൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായിട്ടൊരു സംഗതി ആയതുകൊണ്ടാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഫീലിംഗ് മറ്റു മതങ്ങളെ ആശ്രയിച്ചിടത്തോളം ഇല്ലാതിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമപ്രധാനമായിട്ട് ലക്ഷ്യമായി കണക്കാക്കുന്ന എന്താണ്? മോക്ഷമാണ്. ഈ മോക്ഷം എന്ന് പറഞ്ഞത് ആളെ കൂട്ടി സമ്പാദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ മോക്ഷം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ഒരാൾ ഒറ്റയ്ക്ക് നടന്നു തീർക്കേണ്ട ദൂരമാണ്. ഒരാളുടെ ഏകാന്ത യാത്രയുടെ ഫലമാണത്. അതല്ലാണ്ട് നമുക്ക് തന്നേ തീരൂ മോക്ഷം ഞങ്ങൾക്ക് തന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് 100 ആളെ കൂട്ടി സമരം ചെയ്താൽ മേടിച്ചെടുക്കാവുന്ന ഒരു സംഗതിയല്ല മോക്ഷം. ഒരുപക്ഷെ എനിക്ക് മോക്ഷം കിട്ടുമായിരിക്കും എന്റെ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ, എന്റെ സമർപ്പണത്തിലൂടെ, എന്റെ ജപത്തിലൂടെ, എന്റെ ധ്യാനത്തിലൂടെ, എന്റെ ആചരണങ്ങളിലൂടെ, എന്റെ അനുഷ്ഠാനങ്ങളിലൂടെ ഒരുപക്ഷെ എനിക്ക് മോക്ഷം കിട്ടിയേക്കും. പക്ഷെ ആ മോക്ഷത്തിലൊരു പങ്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് പോലും കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ മോക്ഷമല്ല, എന്റെ അമ്മയ്ക്ക് കുറച്ച് മോക്ഷം കൊടുക്കാം വിചാരിച്ചു കഴിഞ്ഞാൽ നിവർത്തിയില്ല. അമ്മയുടെ മോക്ഷം അമ്മേനെ സ്വയം സമ്പാദിച്ചേ പറ്റുള്ളൂ. അച്ഛന് കുറച്ച് മോക്ഷം കൊടുക്കാന്ന് വിചാരിച്ചാൽ നിവർത്തിയില്ല. അച്ഛന്റെ മോക്ഷം അച്ഛൻ തന്നെ ആർജിച്ചേ മതിയാവുള്ളൂ. അപ്പോ അങ്ങനെ ഒരു വളരെ സ്വകാര്യമായിട്ടുള്ള സംവിധാനമാണ് ഇത്. ഇത് പകർന്നു കൊടുക്കാവുന്നതല്ല, ഇത് സ്വയം ആർജിക്കാവുന്നത് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ധർമ്മത്തിൽ എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായിട്ടൊരു സംഗതിയായിരുന്നു. അതുകൊണ്ടാണ് ഈ മതം ആളെ കൂട്ടാണ്ടിരിക്കുകയും ചെയ്യുന്നത്. കാരണം ആളെ കൂട്ടിയിട്ട് ആളെ കൂടിയ പാമ്പ് ചാവില്ല പറയില്ലേ, അങ്ങനെ ആളെ കൂട്ടിയിട്ട് സംഘടിപ്പിക്കാവുന്ന ഒരു സാധനമാണ്. സ്വർഗമാണെങ്കിൽ ഇത് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. നമുക്ക് വേണ്ടത് സ്വർഗമല്ലാത്തത് കൊണ്ട് അത് ഓരോരുത്തരും ഒറ്റയ്ക്ക് നേടേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ആധുനിക കാലത്തിന്റെ ഡെമോക്രഫിക് സങ്കേതങ്ങളിൽ നമുക്ക് ആളുകളെ കൂട്ടാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം എത്ര സുന്ദരവും ശ്രേഷ്ഠവുമായിട്ടുള്ള ധർമ്മമാണെങ്കിലും അത് പ്രചരിപ്പിക്കാൻ മനുഷ്യരില്ലെങ്കിൽ അത് നിന്നു പോവല്ലോ. ചുമരില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ധർമ്മവും ഈ സംസ്കാരവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ, ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യവും ആ രാജ്യത്ത് അധിവസിക്കുന്ന ജനതയും നിലനിൽക്കണം എന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ആ രീതിയിലൊക്കെ ഒരു സംഘാടനം ആവശ്യമായി വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഹിന്ദുധർമ്മത്തിൽ അങ്ങനെ ഒരു സംഘടിത മതത്തിന്റെ സ്വഭാവമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി വർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്ക് ഹിന്ദുധർമ്മത്തിൽ ഇല്ലാണ്ടിരുന്നത്. എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹമായി നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആചരണങ്ങളിലൂടെയാണ് ഈ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നത്. നമ്മള് കൃത്യമായിട്ട് കുട്ടികളെ വൈകുന്നേരം ഇരുത്തിയിട്ട് ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും പഠിപ്പിച്ചില്ല. പക്ഷെ മഹാഭാരതവും രാമായണവും അവരിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരു സങ്കേതം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേദങ്ങൾ ആൾക്ക് ഗ്രഹിക്കാൻ കഴിയാണ്ട് വന്നപ്പോഴാണ് ഉപനിഷത്തുകൾ ഉണ്ടായത്. ഉപനിഷത്തുകൾ ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാണ്ട് വന്നപ്പോഴാണല്ലോ ഇതിഹാസങ്ങൾ ഉണ്ടായത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹാസ ദസ് ഇറ്റ് ഹാപ്പൻഡ് ഹിയർ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിഹാസം എന്ന് പറയുന്നത് ചരിത്രാംശം ഉള്ളതാണ്.
അപ്പോ വൈദികമായിട്ടുള്ള ജ്ഞാനത്തെ കാച്ചിക്കുറുക്കി നമ്മൾ ഉപനിഷത്ത് ഉണ്ടാക്കി. ആ ഉപനിഷത്ത് സാരം പോലും ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാണ്ട് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിഹാസങ്ങൾ ഉണ്ടാക്കി. ഇതിഹാസം എന്ന് പറയുന്നത് മഹാപുരുഷന്മാരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ശരിയായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉപാധികളാണ് ഇതിഹാസങ്ങൾ. രാമൻ എന്ന് പറയുന്ന ഒരു മഹാപുരുഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനാണ് രാമായണം ഉണ്ടായത്. അതല്ലെങ്കിൽ മഹാഭാരത യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം എന്നൊരു സങ്കേതത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മത്തെ രക്ഷിക്കേണ്ടതിന്റെ ബാധ്യതയെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം ഉണ്ടായത്. ഇതും ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ടാണ് ഈ ധർമ്മത്തിൽ ഉണ്ടായത്. ഇതിഹാസങ്ങൾ കൊണ്ട് പോരാതെ വന്നപ്പോഴാണ് എന്തുണ്ടായത്? പുരാണങ്ങൾ ഉണ്ടായത്. പുരാണങ്ങൾ ഏറ്റവും അവസാന കാലത്ത് തിരിഞ്ഞു വരുന്ന ഹൈന്ദവ വിജ്ഞാനീയമാണ്. പുരാണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ചരിത്രാംശമുള്ളവയല്ല. പുരാണങ്ങൾ എന്ന് പറയുന്നത് കഥകളാണ്. പുരാണങ്ങളെ ഒന്നും ലിറ്ററൽ ആയിട്ടുള്ള സെൻസിലല്ല എടുക്കേണ്ടത്. പുരാണങ്ങൾ എന്ന് പറയുന്നത് വളരെ കയ്പുള്ള ഗുളിക കുട്ടികൾ കഴിക്കാൻ മടിക്കുമ്പോൾ നമ്മൾ ശർക്കരയുടെ മിഠായിയിൽ അത് പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ആർഷമായിട്ടുള്ള ഭാരതീയ വിജ്ഞാനത്തെ കഥകൾക്കുള്ളിൽ ഒളിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ പുരാണങ്ങൾ. ആ പുരാണങ്ങളെ ലിറ്ററൽ സെൻസിൽ എടുത്തുകൊണ്ട് പരിഹസിക്കുമ്പോഴാണ് പലർക്കും പല സമയത്തും പല അബദ്ധങ്ങളിലും ചെന്ന് കലാശിക്കുന്നത്. നേരെ തിരിച്ച് പുരാണങ്ങളെ മനസ്സിലാക്കേണ്ടത് ആ പുരാണങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങളാണത് പ്രക്ഷേപണം ചെയ്യുന്നത്. കഥകളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിന് കാലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. ഈ വൈദിക തത്വങ്ങൾക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് പറക്കാനുള്ള ചിറകുകളാണ് യഥാർത്ഥത്തിൽ പുരാണ കഥകൾ. ഈ തത്വങ്ങൾക്ക് കാലാന്തര സഞ്ചാരം ചെയ്യാൻ, ഈ ദേശാധിവർത്തിയായിട്ട് അതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിനെ കഥകളാക്കി മാറ്റിയത്. ഈ കഥകളിലൂടെയാണ്, ഈ ആചരണങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സമ്പ്രദായങ്ങളിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മളൊന്നും രാമായണവും മഹാഭാരതം ഇരുന്ന് വായിച്ചില്ലെങ്കിൽ രാമായണത്തിലെ കഥകൾ നമുക്ക് ഓരോരുത്തർക്കും ഹൃദിസ്ഥാണ്. അതിന് അന്ന് മുത്തശ്ശിമാരും അമ്മമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലൂടെ, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ എത്രയോ കാലമായി കൈമാറി വന്നിട്ടുള്ള കഥകളിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടാവുന്നത്. നമ്മൾ ഈ ധർമ്മത്തിലെ മൗലികമായിട്ടുള്ള പല സിദ്ധാന്തങ്ങളും പഠിച്ചത് ആചരണങ്ങളിലൂടെയാണ്. അർത്ഥം പോലും അറിയാതെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും പിൽക്കാലത്ത് നമ്മുടെ സംസ്കാരമായി മാറിയത് അങ്ങനെയാണ്. അപ്പോ ആചരണം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ ധർമ്മത്തിലുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആചരണങ്ങളിലൂടെയാണ് ഈ സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ, സർവാഗമാനം ആചാര്യം പ്രഥമം പരികൽപ്പതേ ആചാര പ്രഭവോ ധർമ്മസ്യ പ്രഭരച്യുത. അല്ലെ, എല്ലായിടത്തും ആചാരങ്ങൾക്കാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാനം കൽപ്പിക്കപ്പെടുന്നത്. ആചാരപ്രഭവോ ധർമ്മ, ആചാരങ്ങളിൽ നിന്നാണ് ധർമ്മം പ്രഭവം ചെയ്യുന്നത്. ധർമ്മസ്യ പ്രഭരച്യുത, ആ ധർമ്മം ഉള്ളിടത്താണ് എന്തുണ്ടാവുന്നത്? അച്യുതൻ കുടികൊള്ളുന്നത്. അച്യുതം എന്ന് പറഞ്ഞാൽ ചുതി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അച്യുതൻ എന്ന് പറയുന്നത്. അപ്പോ എവിടെയാണോ ആചരണങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നത് ആ സമൂഹത്തിൽ ധർമ്മം നാശമില്ലാതെ നിലകൊള്ളും എന്നുള്ളതാണ്. അപ്പൊ ഈ ധർമ്മത്തിന്റെ സഞ്ചരത്തിന് ഈ ചരം എന്നുള്ള വാക്കുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചരം എന്ന് പറയുന്നത്, ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുക എന്നാണ് അർത്ഥം. ആചാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. നിരന്തരമായി ചരിച്ച് വന്നത് എന്തോ, നമ്മൾ ചെയ്ത് വന്നത് എന്തോ, അങ്ങനെ തലമുറകളായി നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ ആചരണങ്ങൾ എന്ന് പറയുന്നത്. ആചരണങ്ങളുടെ കുറെ കൂടി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള അനുഷ്ഠാന പദ്ധതികളെയാണ് നമ്മൾ അനുഷ്ഠാനം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റം എന്നാണ് ആചാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ റൈറ്റ്സ് ഓർ റിച്വൽസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അനുഷ്ഠാനം എന്ന് പറയുന്നത്. ആചാരം കുറെ കൂടി എന്താണ്? ഒബ്സർവൻസ് ആണ്. കസ്റ്റം ഇസ് ഒബ്സർവ്ഡ്, അനുഷ്ഠാനം ഇസ് ആക്ടഡ് അപ്പോൺ, അങ്ങനെയാണ് അതിന് പൊതുവെ പറയാം. അതായത് അനുഷ്ഠാനം എന്ന് പറയുന്നത് ക്രിയാപദ്ധതിയാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, പൂജകളൊക്കെ അനുഷ്ഠാനങ്ങളാണെങ്കിൽ മുതിർന്നവരെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു ആചരണത്തിന്റെ ഭാഗമാണ്, ആചാരം. അതൊരു ക്രിയാപദ്ധതിയായിട്ട് വന്നല്ല, അത് സംസ്കാരത്തിൽ സ്വയമേവ അന്തർലീനമായിട്ട് നമുക്ക് ചേർന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന് അടുത്ത തലമുറയിലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ധർമ്മം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന, നമ്മൾ പാലിക്കുന്ന, നമ്മൾ പരിപാലിക്കുന്ന നമ്മളുടെ ആചരണങ്ങളാണ് നമ്മളെ ഇപ്പോൾ ഹിന്ദുവാക്കി മാറ്റുന്നത്. അടിസ്ഥാനപരമായിട്ട് 5 ആചരണങ്ങളെ പറ്റിയിട്ട് മഹാപുരുഷന്മാർ പറയാറുണ്ട്. എന്റെ സമയം വല്ലാതെ അതിക്രമിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കയറി ഇടപെടാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ ഇടയിൽ സൂചിപ്പിച്ചോട്ടെ. ഞാനിങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഒരു പോക്ക്. ഞാനൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോകാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാനിങ്ങനെ യന്ത്രം കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോ വേണമെങ്കിലും ഇടപെടാനും എന്നെ നിയന്ത്രിക്കാനും ഇതിന്റെ സംഘാടകർക്ക് അവകാശം ഉണ്ടായിരിക്കും എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ. കാരണം നിങ്ങളും തിരക്കുള്ള ആളുകളായിരിക്കും. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചൊരു കാര്യം, ഈ ആചരണങ്ങൾ 10 മണിയുടെ മണിയാണ് അടിക്കുന്നത്.
അപ്പോ ആചരണങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ കാലങ്ങളിലേക്ക് ഈ ധർമ്മത്തെ എന്താ പറയുക ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഉപാധികളാണ്. ഒരാളെ ഹിന്ദുവാക്കി മാറ്റുന്നത് 5 ആചരണങ്ങളാണെന്നാണ് പൊതുവെ പറയാറ്. അങ്ങനെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കാറുള്ളത്. എന്താണ് ഒരാളെ ഹിന്ദുവാക്കി മാറ്റുന്നത്, എന്താണ് ആ ഹിന്ദുവിന്റെ മൗലികമായിട്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ 5 കാര്യങ്ങളിലുള്ള ബോധ്യം, 5 കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. അതിന് നമ്മള് ആദ്യത്തേതിന് നമ്മൾ ഭൂതയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം എന്നിങ്ങനെയുള്ള 5 യജ്ഞങ്ങളാണ്, പഞ്ചമഹായജ്ഞങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയാറുണ്ട്. അത് ഓരോന്നും യജ്ഞം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹത്തായിട്ടുള്ള ഫലത്തെ സൃഷ്ടിക്കുന്ന പ്രവൃത്തി എന്തോ, അതാണ് യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യജ്ഞം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോ രാജസൂയോ അശ്വമേധമോ ഒന്നും നടത്താൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഹോമം പോലെ ഇഷ്ടികയൊക്കെ വെച്ച് ലിറ്റർ കണക്കിന് നെയ്യ് വെച്ചിട്ടൊന്നും ചെയ്യൽ പ്രായോഗികമല്ല. പക്ഷെ നേരെ തിരിച്ച് ഓരോരുത്തർക്കും അവരവന്റെ നിത്യജീവിതത്തിൽ ആചരിക്കാവുന്ന 5 കാര്യങ്ങളെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞങ്ങളായി സങ്കല്പിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തേത് ബ്രഹ്മയജ്ഞമാണ്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ശ്ലോകമെങ്കിലും അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം, അത് ഭഗവത്ഗീതയാവട്ടെ, ബ്രഹ്മസൂത്രം ആവട്ടെ, ഉപനിഷത്താവട്ടെ, രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, യോഗവാസിഷ്ഠാവട്ടെ, നിങ്ങൾ ഒരു ശ്ലോകം നിങ്ങൾ ഓരോ ദിവസവും അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു യജ്ഞമാണ്. അതിന്റെ പേരാണ് ബ്രഹ്മയജ്ഞം. നിങ്ങൾ ഓരോ ദിവസവും ഈശ്വരനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ്, അതല്ലെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിൽ പോയിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ എണീച്ചതിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു സ്ഥിരമായ ഒരു സമയത്ത് ഈശ്വര ധ്യാനം നടത്തുന്നുണ്ടെങ്കിൽ അതൊരു യജ്ഞമാണ്. അതിന്റെ പേരാണ് ദേവയജ്ഞം. നിങ്ങൾ ദിവസവും നിങ്ങളുടെ പിതൃക്കളെ സ്മരിക്കുന്നുണ്ടെങ്കിൽ, മരിച്ചു പോയിട്ടുള്ള, മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള പിതാക്കന്മാരെ, പൂർവികന്മാരെ നിങ്ങൾ സ്മരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ടാണെങ്കിൽ പോലും ഒരു തർപ്പണം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു യജ്ഞമാണ്. അതിന്റെ പേരാണ് പിതൃയജ്ഞം. അപ്പോ ബ്രഹ്മത്തിൽ ഈ ബ്രഹ്മയജ്ഞം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഭാരതീയമായിട്ടുള്ള ജ്ഞാനത്തെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ബാധ്യതയാണെങ്കിൽ, ദേവയജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ഒരു പ്രതിബദ്ധതയാണ്. പിതൃയജ്ഞം കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകളെ ഓർക്കാനുള്ള നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ഇതുകൊണ്ട് കഴിയുന്നില്ല. നമുക്ക് ദേവന്മാരെ സ്മരിക്കുന്നത് പോലെ, പിതൃക്കളെ സ്മരിക്കുന്നത് പോലെ, ബ്രഹ്മത്തെ സ്മരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ സ്മരിക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു സേവ, ഒരാൾക്കെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരാള് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഫീസ് അടയ്ക്കാൻ, നിങ്ങൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ കൈയൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു യജ്ഞമാണ്. അശ്വമേധം പോലെ, രാജസൂയം പോലെ, വലിയ വൈദിക യജ്ഞം പോലെ തന്നെ ഫലശ്രുതിയുള്ള വലിയൊരു യജ്ഞമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ യജ്ഞത്തിന്റെ പേരാണ് നരയജ്ഞം. മനുഷ്യരോടുള്ള നമ്മുടെ ബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തേതാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. മനുഷ്യരെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബാധ്യത കഴിയുന്നില്ല. നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങൾ, പക്ഷി മൃഗാദികൾ, നിങ്ങൾ ഒരു പട്ടിക്കുട്ടിക്ക് ഒരു ആഹാരം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു പൂച്ചക്കുട്ടിക്ക് കുറച്ച് പാല് വെച്ച് കൊടുക്കുന്നുണ്ടോ, ഒരു പശുവിന് നിങ്ങൾ ഇത്തിരി പുല്ല് വെട്ടി കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പക്ഷികൾക്ക് കുടിക്കാൻ നിങ്ങൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്ന യജ്ഞമാണ്. ആ യജ്ഞത്തിന്റെ പേരാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 യജ്ഞങ്ങളാണ് നമ്മുടെ ജ്ഞാന പാരമ്പര്യത്തെ കൈമാറാനുള്ള നമ്മുടെ ബാധ്യത, നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെ സ്മരിക്കാനും നിലനിർത്താനുള്ള നമ്മുടെ ബാധ്യത, നമ്മുടെ പിതൃക്കളെ സ്മരിക്കാനുള്ള നമ്മുടെ ബാധ്യത, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് നമ്മൾ പുലർത്തേണ്ട നീതിബോധത്തിന്റെ, ധാർമ്മികതയുടെ ഒരു എന്താ പറയാ, അവരുടെ സംരക്ഷണ ബോധത്തിന്റെ ബാധ്യത, നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളോട് നമ്മൾ പുലർത്തുന്ന സ്നേഹത്തിന്റെ ബാധ്യത. ഈ 5 കാര്യങ്ങളാണ് ഒരാളെ ഹിന്ദുവാക്കി മാറ്റുന്നത്. ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ആചരണങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പുള്ള ഗുളിക പഞ്ചാരമിഠായിക്കുള്ളിൽ ഒളിപ്പിച്ചതുപോലെ ഈ പറയുന്ന 5 തത്വങ്ങളാണ്, 5 ബാധ്യതകളാണ്, 5 ഋണങ്ങളെയാണ്. നമ്മുടെ ഋഷിരണത്തെ, നമ്മുടെ ദേവരണത്തെ, നമ്മുടെ പിതൃരണത്തെ, നമ്മുടെ നരരണത്തെ, നമ്മുടെ ഈ 5 ബാധ്യതകളെയാണ് നമ്മുടെ ആചരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾ പല വിധങ്ങളിലൂടെ പരിവർത്തനം ചെയ്യുന്നത്. അത് ആചരിക്കുന്നതിലൂടെ സ്വയമേവ, നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ലെങ്കിലും, നിങ്ങൾ അതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നില്ലെങ്കിലും, നിരന്തരമായിട്ടുള്ള ആചരണത്തിലൂടെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന സംസ്കാരം നിങ്ങളിലേക്ക് സന്നിവേശിക്കുകയും നിങ്ങൾ ആ സംസ്കാരത്തിന്റെ വക്താവായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സംസ്കാരം ഇവിടെ ഇങ്ങനെ ആചരണങ്ങളിലൂടെ നിലനിന്നുകൊണ്ടാണ് എത്രയോ സുദീർഘമായിട്ടുള്ള അധിനിവേശങ്ങൾ ഉണ്ടായിട്ടും ഈ ധർമ്മം നിലനിന്നത്. അതല്ലെങ്കിൽ ആലോചിച്ചു, ഹിന്ദു ധർമ്മം പോലെ പുരാതനമായിട്ടുള്ള എത്രയോ ധർമ്മങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഹിന്ദു സംസ്കൃതിയുടെ തന്നെ പഴക്കവും പാരമ്പര്യമുള്ള എത്രയോ മഹാസംസ്കൃതികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. മയാ സംസ്കാരം ഉണ്ടായിരുന്നു, ഇൻക സംസ്കാരം ഉണ്ടായിരുന്നു, അസ്തിക് സംസ്കാരം ഉണ്ടായിരുന്നു, ഗ്രീക്ക് സംസ്കാരം ഉണ്ടായിരുന്നു.
റോമൻ സംസ്കാരം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്നീ സംസ്കാരങ്ങളൊന്നും ബാക്കിയില്ല. ഇതെല്ലാം കേവലം മ്യൂസിയങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന മൃത സംസ്കാരങ്ങളാണ്. എന്നാൽ സുദീർഘമായിട്ടുള്ള അധിനിവേശങ്ങൾക്ക് ശേഷം 10-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്നിട്ടുള്ള ഇസ്ലാമിക അധിനിവേശങ്ങൾ, 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്നിട്ടുള്ള യൂറോപ്യൻ അധിനിവേശങ്ങൾ, അങ്ങനെ ഏതാണ്ട് 10 നൂറ്റാണ്ടുകളുടെ അടിമത്തവും അധിനിവേശവും നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങളും ഇതെല്ലാം അതിജീവിച്ചതിന് ശേഷവും ഈ രാജ്യത്ത് ഇപ്പോഴും സ്പന്ദിക്കുന്ന, ജീവിക്കുന്ന, സ്ഫുരിക്കുന്ന സംസ്കാരമായിട്ട് മ്യൂസിയങ്ങളിലല്ല, മനുഷ്യരുടെ രൂപത്തിൽ തന്നെ ഈ സംസ്കാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ സംസ്കാരത്തിന്റെ അതിജീവന ശേഷിയാണ്. എങ്ങനെയാണ് അതിജീവന ശേഷി ഉണ്ടായത്? കാരണം ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഈ ധർമ്മത്തിന്റെ പ്രതിരൂപം തന്നെയാണ്. അയാൾ അയാളുടെ ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആ ധർമ്മത്തെ സ്വാംശീകരിക്കുകയും അയാൾ സ്വയം സഞ്ചരിക്കുന്ന ധർമ്മമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെ സംഹരിച്ചാലല്ലാണ്ട് ഈ ധർമ്മത്തെ സംഹരിക്കാൻ സാധിക്കില്ല എന്നത് അതുകൊണ്ടാണ്. അപ്പോ മനുഷ്യരിലേക്ക് ആ സംസ്കാരത്തെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി പഴയ മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള സൂത്രങ്ങളെയാണ് നമ്മൾ ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക്, എന്നോട് ഇന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ക്ഷേത്രാരാധനയും വിഗ്രഹാരാധനയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു വിശദീകരണത്തിലൂടെ ഞാനൊരു പക്ഷെ ആ കാര്യം വിശദമായി സംസാരിക്കാനുള്ള ഒരു അവകാശം നഷ്ടപ്പെടുത്തിയോന്ന് എനിക്ക് ആശങ്കയുണ്ട്. എങ്കിൽ പോലും വളരെ ചുരുക്കത്തിൽ ആ കാര്യം കൂടി ഒന്ന് സ്പർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ആചരണങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചൊരു പ്രാരംഭികമായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഞാൻ തന്നത്. നമ്മുടെ ധർമ്മം ഇത്ര ബൃഹത്തായ ശ്രേഷ്ഠമായ ഒരു ധർമ്മം ആയതുകൊണ്ടാണ് ഈ ധർമ്മത്തെ പറ്റി ഒരു ആമുഖ ഭാഷണം നടത്തുമ്പോൾ പോലും നമുക്ക് 1.5 മണിക്കൂർ സമയം തികയാണ്ട് വരുന്നത്. അത് എന്റെ കുഴപ്പമല്ല, നമ്മുടെ ധർമ്മത്തിന്റെ മഹത്വമാണെന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ക്ഷേത്രാരാധനയെ സംബന്ധിച്ച് നമ്മുടെ ആളുകൾക്കിടയിൽ പലപ്പോഴും ഉള്ള വളരെ വികലമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ധർമ്മത്തെ പറ്റി നല്ല ഗ്രാഹ്യമുള്ള, ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും പറയാറുള്ളത് ഈ ക്ഷേത്രാരാധനയും വിഗ്രഹാരാധനയും ഒക്കെ സ്പിരിച്വലി വളരെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറെ കൂടി ഉയർന്ന ലെവലുകളിലേക്ക് അവർ എലിവേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ട്, ഈ പണ്ട് വളയത്തിൽ കൂടെ ചാടിയിട്ട് അവസാനം വളയില്ലാണ്ട് ചാടാൻ ശീലിക്കുമല്ലോ, അതേപോലെ വളയില്ലാണ്ട് ചാടാൻ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളയാണിത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാനുള്ള കോൺസെൻട്രേഷൻ പവർ ഇല്ലാത്ത ആളുകൾക്ക് അതിനെ ഒരു പ്രത്യേക വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. വിഗ്രഹാരാധനയിലൂടെ പിന്നീട് അവർ വിഗ്രഹം ഇല്ലാതെ ആരാധിക്കാൻ ശീലിക്കുമെന്നൊക്കെ മട്ടിൽ ഇത് ഒരു ഹയറാർക്കി ഉണ്ടാക്കി വെച്ചിട്ട് ആ ഹയറാർക്കിന്റെ ഏറ്റവും താഴത്തെ പെഡസ്റ്റലിൽ ക്ഷേത്രാരാധനയെയും വിഗ്രഹാരാധനയും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു ശൈലി താന്ത്രികരിൽ പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട്. വൈദികർ സാധാരണ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളവരാണ്. വൈദികമായിട്ടുള്ള ആചരണ പദ്ധതിയിൽ ക്ഷേത്രം എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ല, നമുക്കറിയാലോ. 4 വേദങ്ങളിലും ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നില്ല, ഉപനിഷത്തുകളിലും ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നില്ല. ഇതിഹാസങ്ങളിലാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സംഗതിയെ ആദ്യമായിട്ട് മഹാഭാരതമൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ക്ഷേത്രങ്ങളെ പറ്റി കണ്ടു തുടങ്ങുന്നത്. ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്നത് വൈദികമായിട്ടുള്ള പദ്ധതിയല്ല, അത് പിന്നീട് ആഗമ നിഗമങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പദ്ധതിയാണ്. ഈ എന്താണ് വൈദികമായിട്ടുള്ള ആചരണ പദ്ധതി പ്രകൃതിയിലുള്ള ഈശ്വര സങ്കല്പങ്ങളെയാണ് ആരാധിക്കുന്നത്, അതല്ലാണ്ട് വിഗ്രഹ രൂപങ്ങളിലുള്ള ഈശ്വരനെ അല്ല. നേരെ തിരിച്ച് ആ ഈശ്വരനെ മൂർത്തികളാക്കി മാറ്റിക്കൊണ്ട് വിഗ്രഹ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ആഗമ നിഗമങ്ങളിലൂടെയാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈദികരായിട്ടുള്ള ആളുകൾ ക്ഷേത്രാരാധനയെ നിഷേധിക്കാറുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ധർമ്മത്തിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾക്ക് ഒന്നിച്ച് നിലനിൽക്കാനുള്ള സ്പേസും ഈ ധർമ്മത്തിലുണ്ട്. അത് ഈ ധർമ്മത്തിന്റെ സൗന്ദര്യമാണ്, അതിന്റെ പ്രതിരോധ സംവിധാനം കൂടിയാണ്. ഈ ധർമ്മം ഇത്രയും വലിയ അധിനിവേശങ്ങളെ അതിജീവിക്കാനുള്ള കാരണം ഇതിന്റെ ഹെട്രോജനസ് നേച്ചറാണ്. ഇതൊരു ഹോമോജനസ് ആയിട്ടുള്ള സംവിധാനമായിരുന്നെങ്കിൽ ഇത്രയും വലിയ അധിനിവേശങ്ങളിലേക്ക് അതിജീവിക്കുമായിരുന്നില്ല. കാരണം ഹോമോജനിറ്റി എന്ന് പറയുന്നതിന് ഇൻഹറന്റ് ആയിട്ടുള്ള ദൗർബല്യമുണ്ട്. അതിന് ഏതെങ്കിലും ഒരു കോമൺ വെപ്പൺ കൊണ്ട് അതിനെ മുഴുവനായിട്ട് സംഹരിക്കാൻ സാധിക്കും. ഐറിഷ് പൊട്ടറ്റോ ഫാമിൻ വളരെ പ്രസിദ്ധമായിട്ടൊരു സംഭവമാണ്. അയർലൻഡിൽ മുന്നേ ഒരേ തരത്തിലുള്ള പൊട്ടറ്റോ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. ഒരു കീടത്തിന്റെ ആക്രമണം കൊണ്ട്, ഒരു പ്രത്യേക ഒരു ആക്രമണം കൊണ്ട് അയർലൻഡിലെ പൊട്ടറ്റോസ് മുഴുവൻ, കാരണം ഒരു പൊട്ടറ്റോനെ നശിപ്പിക്കുന്ന ആ ജേമിന് മുഴുവൻ പൊട്ടറ്റോനെ നശിപ്പിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ അത് മുഴുവൻ ഇല്ലാണ്ട് അങ്ങനെ വലിയ ക്രൈസിസിലേക്ക്, വലിയ ഫാമിനിലേക്ക് അയർലൻഡിൽ തള്ളിവിട്ടിട്ടുള്ള സംഭവമുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ക്രോപ്പ് ഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെ
ലോകം ആലോചിച്ചു തുടങ്ങിയത്. ഒരേ സ്ഥലത്ത് തന്നെ പല ഡൈവേഴ്സ് ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ജേമിന്റെ അറ്റാക്ക് മറ്റേതിനെ ബാധിക്കില്ല എന്ന് പറയുന്ന സങ്കല്പം. യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിൽ ഈ സങ്കല്പം വളരെ മുന്നേ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുള്ളത്. സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളെ തകർക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ ഗോഡ് എന്ന് പറയുന്ന ദൈവത്തിനെ നിങ്ങൾ നിഷേധിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൽ ടെക്സ്റ്റിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കാണിച്ചാൽ മതി. അതായത് പ്രൊഫറ്റ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ വളരെ മോശമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തകർന്നു കഴിഞ്ഞാൽ ഈ ധർമ്മം മുഴുവൻ തകർന്നു പോകും. നേരെ തിരിച്ച് നമ്മുടെ ധർമ്മത്തിൽ ഇതിനെ എവിടെയാണ് ഇതിനെ ആക്രമിക്കേണ്ടതെന്ന് ഇതിന്റെ ഏറ്റവും കൊടികെട്ടിയ ശത്രുക്കൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ഒരാളൊരു മനുഷ്യായുസ് മുഴുവൻ എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു മോശം ദൈവമാണെന്ന് സ്ഥാപിച്ചാലും ഒരാള് ഹിന്ദു അല്ലാതെ ആവുന്നില്ല. കാരണം ഒരാൾക്ക് ശ്രീകൃഷ്ണൻ ഇല്ലാതെയും ഹിന്ദുവായി തുടരാൻ സാധിക്കും. ഒരാള് അയാൾ എത്രയും വലിയ ഹെർക്കൂലിയൻ എഫർട്ടൊക്കെ എടുത്തുകൊണ്ട് ഭഗവത്ഗീതയെ മുഴുവൻ നള്ളിഫൈ ചെയ്താലും ഭഗവത്ഗീത ഇല്ലേണ്ടി ഒരാൾക്ക് ഹിന്ദുവായിട്ട് തുടരാൻ സാധിക്കും. അപ്പോ ഇത് ഏതെങ്കിലും ഗ്രന്ഥത്തിലോ ഏതെങ്കിലും ഈശ്വരനിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിലോ ആഴ്ന്നു നിൽക്കുന്ന ഒരു ധർമ്മമല്ല. ഇതൊരു ഗ്രന്ഥാശ്രിത ധർമ്മമല്ല എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇത് 1000 തലകളുള്ള അനന്തനെ പോലെ എവിടെ പ്രഹരിക്കണമെന്ന് പിടികൊടുക്കാതെ ശത്രുവിനെ സന്ദേഹിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് ഇതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ തകർത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് അത് ഉയർന്നു വരും. അത് ഈ ധർമ്മത്തിന്റെ ഒരു സ്വഭാവം. ഇത് സനാതന ധർമ്മം ആയതുകൊണ്ട്, എറ്റേണൽ റിലീജിയൻ എന്നാണല്ലോ അതിന് പറയുന്നത്. സനാതന ധർമ്മം ആയതുകൊണ്ട് തന്നെ അത് എല്ലാ കാലത്തും നിലനിൽക്കും. അതിന്റെ ദൗർബല്യങ്ങളെ പോലും ശക്തിയാക്കി മാറ്റാനുള്ള ശേഷിയുണ്ട്. അതിന് വെല്ലുവിളികളെ പോലും സാധ്യതകളാക്കി മാറ്റാനുള്ള ശേഷിയുണ്ട്. ദുരന്തങ്ങളെ പോലും അവസരങ്ങളാക്കി മാറ്റാനുള്ള ശേഷി ഉണ്ടെന്നാ പറയാ. ഈ ധർമ്മത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഇണക്കിളികളിൽ ഒന്ന് അമ്പേറ്റ് വീണ ദുരന്തത്തിൽ നിന്നാണ് ഇവിടെ ആദ്യത്തെ മഹാകാവ്യം ഉണ്ടാവുന്നത്. എല്ലാ മഹാരഥന്മാരും ഒന്നിച്ച് അമ്പേറ്റ് വീണിട്ടുള്ള വലിയ ദുരന്തത്തിൽ നിന്നാണ് ഇവിടെ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം ഉണ്ടാവുന്നത്. യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനൊരു ദൗർബല്യം ഉണ്ടായപ്പോഴാണ് എത്രയോ തലമുറകളെ ജ്ഞാനം കൊണ്ട് പ്രസരിപ്പിച്ച ഗീത ഇവിടെ ഉണ്ടാവുന്നത്. അതേപോലെ ശ്രീരാമനൊരു ദൗർബല്യം ഉണ്ടായപ്പോഴാണ് എത്രയോ തലമുറകൾക്ക് ജ്ഞാനം തകർന്നു എന്നുള്ള യോഗവാസിഷ്ഠ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ദൗർബല്യങ്ങളെ ശക്തിയാക്കി മാറ്റാനുള്ള ശേഷി ഈ ധർമ്മത്തിന് എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എവിടെയെങ്കിലും തകർക്കാൻ സാധിക്കാത്തത്. അപ്പോ ഇതിന്റെ ഒരു വൈവിധ്യത്തിന്റെ ഒരു സാധ്യതയെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ധർമ്മം. അതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തിൽ ഈ പറയുന്ന വൈവിധ്യങ്ങൾ എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്. പക്ഷെ താന്ത്രികരായിട്ടുള്ള ആളുകൾ പോലും, തന്ത്രവിദ്യയിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും ക്ഷേത്രാരാധന എന്ന് പറയുന്നത് താഴ്ന്ന പടിയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ പറ്റിയിട്ടുള്ള ഗ്രാഹ്യം എത്രത്തോളം കുറവാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുധർമ്മത്തിലെ തന്നെ ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ള, ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ക്ഷേത്രാരാധന. അത് ഈശ്വരനുമായിട്ട് നമുക്ക് പ്രത്യക്ഷ സംവാദം നടത്താൻ സാധിക്കുന്ന ഒരു സങ്കേതമായിട്ടാണ്. വൈദികമായിട്ടുള്ള ഈശ്വര സങ്കല്പം പ്രകൃതി ശക്തികളാണ്. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ശക്തികളെയാണ് വൈദികമായിട്ടുള്ള ആചരണങ്ങളിൽ ഉള്ളത്. പിന്നീടാണ് കുറെ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങൾ ഇതിഹാസ കാലഘട്ടങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ആഗമ നിഗമങ്ങളിലൂടെയാണ് മനുഷ്യന് പ്രത്യക്ഷ സംവാദം സാധിക്കുന്ന, മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഈശ്വര സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത്. അതിന്റെ പദ്ധതിയായിട്ടാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാവുന്നത്. ക്ഷയാണാം പ്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം പറയുക. ക്ഷയത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നത് എന്തോ അതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു സമൂഹത്തെ മുഴുവൻ ക്ഷയത്തിൽ നിന്ന് ത്രാണം ചെയ്യാൻ, അവർക്ക് പതനം ഉണ്ടാവാതെ അവരെ ശക്തരാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലുള്ളത് ഈ പറയുന്ന മൂർത്തി എന്ന് പറയുന്ന സങ്കല്പമാണ്. അതായത് മനുഷ്യന് നേരിട്ട് സംവദിക്കാൻ സാധിക്കുന്ന മട്ടിൽ പ്രപഞ്ചത്തിലുള്ള ഈശ്വര ചൈതന്യത്തെ ഒരു വിഗ്രഹ രൂപത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നമുക്കൊരു തെറ്റ് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ക്ഷേത്രത്തിലുള്ളത് ദൈവമാണ്. ക്ഷേത്രത്തിലുള്ളത് ദൈവമാണെന്ന് സങ്കല്പിക്കുമ്പോഴാണ് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവുന്നത്. ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ, ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ, ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെയുള്ള വിവേചനങ്ങൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായ സമയത്ത് പല ആളുകളും ചോദിച്ചിരുന്ന ചോദ്യമാണ്, അയ്യപ്പൻ ദൈവമല്ലേ, ദൈവത്തിന് എന്താണ് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം? 50 വയസ്സ് കുറവുള്ള പെണ്ണും 50 വയസ്സിൽ കൂടുതലുള്ള പെണ്ണും തമ്മിൽ അയ്യപ്പൻ എന്താ വ്യത്യാസം? ഇവിടുത്തെ മൗലികമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ മനസ്സിലാക്കലുള്ള പ്രശ്നമാണ്. ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ദൈവത്തെ അല്ല, ദേവതയാണ്. ഗോഡ് ആൻഡ് ഡൈറ്റി ആർ ഡിഫറെന്റ്. ക്ഷേത്രത്തിലുള്ള എന്താണ്? ഡൈറ്റിയാണ്.
ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഹിന്ദുധർമ്മത്തിലില്ല. കാരണം ആ ദൈവത്തിന് ആരാധന ആവശ്യമില്ല. ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഹിന്ദുധർമ്മത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അതൊക്കെ കുറെ കൂടി ഈ പറയുന്ന സെമിറ്റിക് റിലീജിയൻസിന്റെ സങ്കല്പമാണ്. ഈ ജനറേറ്റർ, ഓർഡൈനർ, ഡെസ്ട്രോയർ എന്ന് പറയുന്ന സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുകയും സംഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന് ആരാധനയൊന്നും ആവശ്യമില്ല. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് വിളിക്കുന്നുണ്ടല്ലോ ഭഗവതിനെ. ഭഗവതിയുടെ കാലിനടിയിലെ പാദധൂളികളിൽ നിന്ന് തന്നെ അനേകായിരം ബ്രഹ്മാണ്ഡങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ആ ബ്രഹ്മാണ്ഡങ്ങളിലെ ഒരു ബ്രഹ്മാണ്ഡത്തിലെ, ഒരു സൗരയൂഥത്തിലെ, ഒരു ഗ്രഹത്തിലെ, ഒരു ഭൂഖണ്ഡത്തിലെ, ഒരു രാജ്യത്തിലെ, ഒരു സംസ്ഥാനത്തിലെ, ഒരു ജില്ലയിലെ, ഒരു പഞ്ചായത്തിലെ, ഒരു വീട്ടിൽ ഇരിക്കുന്ന മനുഷ്യൻ ഈ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈശ്വരനെ ആരാധിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അവന്റെ യുക്തിക്കോ അവന്റെ ഈ പറയുന്ന കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റിക്കോ വഴങ്ങുന്ന ഒരു സങ്കല്പം പോലും അല്ലല്ലോ ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ആരാധന കൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുന്നുമില്ല, മനുഷ്യന്റെ ആരാധന കുറവുകൊണ്ട് അതിന് ദൗർബല്യം സംഭവിക്കുന്നുമില്ല. ദൈവത്തെ അല്ല നമ്മൾ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രമൂർത്തിനെയാണ്, ഡൈറ്റീനെയാണ്. അതായത് ഈശ്വരീയമായിട്ടുള്ള ആ ചൈതന്യ വിശേഷത്തെ വ്യക്തിഭാവം നൽകി, സ്വാനുഭാവം, സ്വയം ബോധ്യം, അനുഗ്രഹ നിഗ്രഹ ശേഷി, ഇഷ്ടാനിഷ്ടങ്ങൾ, പ്രീതി കോപങ്ങൾ തുടങ്ങിയിട്ടുള്ള വ്യക്തിഭാവങ്ങൾ നൽകി അതിനൊരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് ചൈതന്യം കൊടുത്ത് അതിന് പ്രാണൻ കൊടുക്കുമ്പോഴാണ് ക്ഷേത്രത്തിലെ മൂർത്തി ഉണ്ടാവുന്നത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ബേസിക് ആയിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത് മന്ത്രസാധകനായിട്ടുള്ള ഒരു ആചാര്യൻ തന്റെ മന്ത്രസാധനയുടെ ശക്തി കൊണ്ട് പ്രാപഞ്ചികമായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ മൂർത്തിഭാവം നൽകി അതിന് സ്വാനുഭാവം, സ്വയം ബോധ്യം, ഇഷ്ടാനിഷ്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള സവിശേഷതകൾ നൽകി അതിനൊരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിച്ച്, വിഗ്രഹം നിന്നുകൊണ്ട് വിശേഷാൽ ഗ്രാഹ്യത്തെ എത്തി എന്നാണ് പ്രമാണം. വിശേഷമായി ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉപാധി എന്തുമാവാം. അത് ബിംബമാവാം, അത് കല്ലാവാം, അത് വേണമെങ്കിൽ ആയുധമാവാം, അത് പീഠമാവാം. അങ്ങനെയുള്ള ഒരു വിശേഷാൽ ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയിലേക്ക് ആ ഈശ്വരീയ ചൈതന്യത്തെ സന്നിവേശിപ്പിച്ച് അതിന് തന്റെ സങ്കല്പ ഭാവം നൽകി അതിന് ചൈതന്യം നൽകി അതിന് ജീവൻ കൊടുക്കുമ്പോൾ തന്റെ പ്രാണന്റെ ഒരു പങ്കിനെ അതിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് അതിന് ജീവൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് ആചാര്യൻ എന്ന് നമ്മള് തന്ത്രിക്ക് ദേവന്റെ പിതൃസ്ഥാനം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ പിതൃസ്ഥാനം ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവന്റെ ഒരു പങ്കിനെ കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലെ മൂർത്തിയെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ആവശ്യാർത്ഥം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ് ആ മൂർത്തിയെ. അതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ബാലോപചാരങ്ങളും രാജോപചാരങ്ങളും ചെയ്യണമെന്ന് പറയും. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്ന് ജയ് സ്ക്രീനിൽ വന്നിരിക്കുന്നത് സമയമായി എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒറ്റ ഒരു സങ്കല്പം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ രാത്രി കിടത്തി ഉറക്കിയിട്ട് വേണോ? അതല്ലെങ്കിൽ രാവിലെ വിളിച്ച് എണീപ്പിച്ചിട്ട് വേണോ? പക്ഷെ ക്ഷേത്രത്തിലെ മൂർത്തിനെ നമ്മൾ രാത്രി കിടത്തി ഉറക്കണം, താരാട്ടൊക്കെ പാടി കിടത്തി ഉറക്കണം, രാവിലെ എണീപ്പിക്കണം, കുളിപ്പിക്കണം. സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മൾ ആഹാരം കൊടുത്തിട്ട് വേണം? അന്നദാന പ്രഭുവല്ലേ, പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ഈശ്വരനല്ലേ. ക്ഷേത്രത്തിലെ മൂർത്തിക്ക് നമ്മൾ 3 നേരം നേത്യം കൊടുക്കണം. നേത്യം കൊടുത്തില്ലെങ്കിൽ മൂർത്തിക്ക് വിശക്കും, മൂർത്തിക്ക് വിശന്നാ മൂർത്തി കോപിക്കും. സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മൾ വസ്ത്രം ധരിപ്പിച്ചിട്ട് വേണോ? നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വേണോ? നമ്മൾ ഈ പറയുന്ന പോലെ അലങ്കരിച്ചിട്ടോ നമ്മൾ അതിനെ ആദരിച്ചിട്ടോ വേണം? പക്ഷെ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ഇത്തരത്തിലുള്ള സർവ്വവിധ സന്നാഹങ്ങളും രാജോപചാരങ്ങളും ബാലോപചാരങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം ക്ഷേത്രത്തിൽ നിന്ന് മൂർത്തിയാണ്, വ്യക്തിത്വമുണ്ട് മൂർത്തിക്ക്. അതിന് സ്വാനുഭാവമുണ്ട്, സ്വയംബോധ്യമുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, പ്രീതി കോപങ്ങളുണ്ട്. ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിന് സ്വാനുഭാവമോ സ്വയംബോധ്യമോ ഇല്ല. ഞാൻ ബ്രഹ്മാവാണെന്നോ വിഷ്ണുവാണെന്നോ ശിവനാണെന്നോ അത് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നില്ല. നേരത്തെ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് വ്യക്തമായിട്ടുള്ള സ്വാനുഭാവവും സ്വയംബോധ്യവും ഉണ്ട്. അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലുള്ള മൂർത്തികൾ ഒരേ ചൈതന്യമായിരിക്കുമ്പോൾ പോലും സ്വഭാവങ്ങൾ വ്യത്യസ്തമാവും. നമ്മൾ നേരത്തെ ഗുരുവായൂരപ്പന്റെയും തിരുവാർപ്പിലെ കൃഷ്ണന്റെയും കാര്യം പറഞ്ഞു. നമ്മൾ തളിപ്പറമ്പ് രാജരാജേശ്വരനാണ്, രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള ശിവനാണ്. അവിടെ ചക്രവർത്തിയായിട്ടാണ് ആരാധന. നേരെ തിരിച്ച് നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വന്നാൽ അവിടെ ശ്മശാന വൈരാഗിയായിട്ടുള്ള ഭസ്മം പൂശിയിട്ടുള്ള പുലിത്തോര് ധരിച്ചിട്ടുള്ള ചണ്ടാളനായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന ശിവനാണ്. 2 സ്ഥലത്തും 2 ആചരണമാണ്, 2 ശിവനല്ലേ. അതുകൊണ്ട് തളിപ്പറമ്പിൽ പോയിട്ട് വടക്കുന്നാഥന്റെ പൂജയും വടക്കുന്നാഥന്റെ അമ്പലത്തിൽ പോയിട്ട് തളിപ്പറമ്പിലെ പൂജയും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. ഗുരുവായൂരുള്ളതും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതും വൈഷ്ണവായിട്ടുള്ള ചൈതന്യ. പക്ഷെ 2 ഭാവമാണ്. ഒരു സ്ഥലത്ത് രാവിലെ 3:30 പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പട്ടുകോണകം ധരിച്ചിരിക്കുന്ന കുട്ടീനെയാണ്, വാത്സല്യാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നേരെ തിരിച്ച് ആ സമയത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ കാണുന്നത് ക്ഷീരസാഗര ശയനായിട്ടുള്ള സാക്ഷാൽ നാരായണനെയാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വികാരം ഭയമാണ്. അപ്പോ ഓരോ ക്ഷേത്രത്തിലെ മൂർത്തിയും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളാൽ
സമൃദ്ധരായിട്ടുള്ള മൂർത്തി സങ്കല്പങ്ങളാണ്. മൂർത്തികൾക്ക് വ്യക്തിത്വം എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ആ വ്യക്തിത്വത്തിനും ആ സങ്കല്പ ഭാവത്തിനും അനുസരിച്ചിട്ടാണ് ഓരോ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം കുറെ കൂടി സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീട് ഒരു അവസരത്തിൽ അത് നമുക്ക് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെ വല്ലാതെ മുഷിപ്പിച്ചിട്ടില്ല എന്നൊരു വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുകയാണ്. വല്ലാതെ മുഷിഞ്ഞെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.